3:30 കേട്ടു. അങ്ങനെ കൊടുക്കാൻ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ കുറെ ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന വ്യക്തികളിൽ ഒരാളെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അവരെന്നെ ഇപ്പൊ വിളിച്ചിരുന്നു വീണ്ടും. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ടീച്ചറാണേ മക്കളെ, മാമി പറയണമെന്ന് കേട്ടാ കൊള്ളാം. ഒരു സിനിമയിൽ തല കാണിക്കുക എന്ന് പറയുന്ന പാടാണ്. അതിലും പാടാണ് അഭിനയിച്ച സിനിമ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത്. അത് ചെറിയൊരു സീനാണെങ്കിൽ എടുത്തു പറയാനായിട്ട് ഒരുപാട് സിനിമകൾ പുള്ളിക്കാരി അഭിനയിച്ചു. അന്താക്ഷരി, പാലുമി, വ്യസന സമേതം, ബന്ധുമിത്രാദികൾ, വാഴ 2, കറക്കം, അതിരടി. ഈ സിനിമകളിലെല്ലാം ചെറിയ റോളാണെങ്കിലും പുള്ളിക്കാരിയുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുത്ത്. ഇതെല്ലാം ഈ സിനിമയിലേക്ക് വരുന്നത് തന്നെ ഒരു കുടുംബവും ഒരു കുട്ടീനെ വളർത്തിയതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പുള്ളിക്കാരിയുടെ ഒരു ജീവിതം എങ്ങനെയാണ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ വീഡിയോ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പിന്നെ സിനിമയിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് എന്തായാലും ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ചേച്ചി, ഇതാണ് റീന ചേച്ചി. ചേച്ചി, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും വാഴ 2 കണ്ടു കാണുമല്ലോ അല്ലേ? കാണാത്തവര് കാണണം. എന്തായാലും ഞാൻ ഇന്റർവ്യൂല് ചേച്ചി ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒക്കെ ഒരു മാഷപ്പ് പോലെ കാണിക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ചേച്ചി, ആദ്യം തന്നെ എനിക്ക് അറിയാനുള്ള, ഇപ്പം അടുത്ത ആഴ്ച ചേച്ചിയുടെ അതിരടി സിനിമ ഇറങ്ങുകയല്ലേ, അതിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാവേ? അതിരടി ഇതുവരെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇനി ഇറങ്ങാൻ പോകുന്ന എന്താണെന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അതിരടിക്ക് മുന്നേ കറക്കം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ശ്രീനാഥ് ബാസിയുടെ ഒരു ഫിലിം 8-ാം തീയതി ഇറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് അതിരടി ഇറങ്ങും. അതിരടി 14-ന് ഇറങ്ങും. കറക്കം ഞാൻ ഇതുവരെ ചെയ്തതേ അല്ല. കറക്കത്തിന് ഞാനൊരു പൂജാദേവി എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിനി ആയിട്ടാണ്. ഒരു രസമുള്ള ക്യാരക്ടറാണത്. ഞാനും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും അത് അംഗീകരിക്കാനെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഒരു നമ്മുടെ നാഗയെ പോലുള്ള ഒരു വേറൊരു ക്യാരക്ടറാണ്. നാഗസൈരേന്ദ്രി പോലെ ക്യാരക്ടറാണ്. രസമുള്ള ഒരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ടാണ് അതിരടി ഇറങ്ങുന്നത്. മെയ് 14-നാണ് അതിരടി ഇറങ്ങുന്നത്. അതിരടി എനിക്ക് ഭയങ്കര എന്ത് പറയാനായിട്ട്, ഞാൻ ഇങ്ങനെ ഫാലിമി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബേസിലിനെ കാത്തിരിക്കുകയായിരുന്നു. പലയിടത്തുനിന്നും ബേസിലിന്റെ അന്ന് ബേസിൽ എനിക്ക് നമ്പരൊക്കെ തന്നു. പക്ഷെ ആ നമ്പറിലൊന്നും ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു ആളിന്റെ. അപ്പൊ ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്ന് വിചാരിച്ചു. ഫാലിമി എന്റെ സീന് മാത്രം ബേസിലിന്റെ ബേസിൽ എടുത്തിട്ടു ആ സീന്, ഉഷമാമിയുടെ. അപ്പം അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആരേലും ബേസിൽ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഷൂട്ടിന് പോകുമ്പോ ബേസിലിനെ കണ്ടോ എങ്കിൽ ഞാനിങ്ങനെ താങ്ക്സ് പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മൾ പരിചയപ്പെട്ടു. നല്ല ഫാലിമിയുടെ സമയത്ത് അത്യാവശ്യം നല്ല ഇതായിട്ട് പരിചയപ്പെട്ടിട്ടു. പിന്നെ കാണാനും ഇല്ല ബേസിലിനെ, ഇനി ഞാൻ കാണില്ലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം വ്യസന സമേതം പ്രിവ്യൂ ഷോ അവിടെ വന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു ആള്. സ്റ്റുഡിയോ പ്രിവ്യൂ അല്ല, ഇങ്ങനെ ആയപ്പം അവിടെ സ്റ്റുഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ബേസിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഫാലിമി കഴിഞ്ഞിട്ട് വ്യസന സമേതം കാണാൻ ആള് കണ്ടല്ലോ, അപ്പം മനസ്സിലായി കാണുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ബേസിലിനെ ഇനി കാണാൻ പറ്റൂലായിരിക്കും. അപ്പം പിന്നെ അവിടെ നിന്ന് വിളി വന്നപ്പം അതിരടിയുടെ പ്രൊഡക്ഷൻ ഇന്ന് വിളി വന്നു. ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാന്, ബേസിലിന്റെ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല, ബേസിലിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബേസിലിനെ കാണാം. ബേസില് ടൊവിനോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. സമീർ താഹിറാണ് അതിലെ ഒരു പ്രൊഡ്യൂസർ. അപ്പം ഭയങ്കര സന്തോഷമായി. ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നപ്പോ ഭയങ്കര ബേസിലിനെ കണ്ടു. ഞാനും ബേസിലും തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്. ഒരു സീനില് ഞങ്ങളുണ്ട്. അപ്പം ആ സീനൊക്കെ എന്താവോന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടത്. അതൊക്കെ ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ ഡബ് കഴിഞ്ഞു. ഡബിന് പോയപ്പോഴും ആ സീനൊക്കെ കണ്ടപ്പോ രസമുള്ള സീനുകളാണ്. മൊത്തത്തില് സിനിമ ഭയങ്കര രസമുള്ള സിനിമയാണ്. ടൊവിനോ, വിനീത്, ബേസില് എല്ലാവരും, ഈ ടീമുകളെല്ലാം ഉണ്ട് അതില്.
അപ്പം അതൊരു രസമുള്ള സിനിമ തന്നെയാണ്. ചേച്ചി ഞാൻ ആക്ച്വലി ആദ്യം ചേച്ചിയോട് ചോദിക്കണം എന്ന് വിചാരിച്ച ചേച്ചിയുടെ ആ ഒരു കുട്ടിക്കാലം, ചേച്ചി തിയേറ്റർ എന്ന് വെച്ചാൽ നാടകമൊക്കെ ചെയ്താണല്ലോ സിനിമയിലേക്ക് വന്നത്. ചേച്ചിയുടെ ആ ഒരു കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ തിയേറ്റർ ചെയ്തത്, എനിക്ക് തിയേറ്റർ നാടകം ചെയ്തു തുടങ്ങിയതൊക്കെ ഒരു 17-18 വയസ്സ് ആയപ്പോഴത്തേക്കാണ്. അതിനു മുന്നേ ഞാൻ സ്കൂളിൽ സമയത്തൊന്നും നാടകം മാത്രമല്ല അഭിനയം എല്ലാം പിടിക്കും. എനിക്കൊന്നും അറിഞ്ഞൂടായിരിക്കും സത്യം പറഞ്ഞാൽ. എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ. ഡാൻസ് പഠിച്ചിട്ടുണ്ട്, താളം എന്നുള്ള സാധനം എനിക്കില്ല. പാട്ട് പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി, ശരിയായില്ല. ടീച്ചർ നിർത്തുമെന്നായപ്പോ ഞാൻ നിർത്തി. പാട്ട്, ഡാൻസ് എല്ലാം ഞാനിങ്ങനെ എല്ലാ സ്കൂളിൽ ചാടിക്കേറി എല്ലാത്തിനും പേര് കൊടുക്കും. പ്രസംഗം 2ാം ക്ലാസ്സിൽ വെച്ച പ്രസംഗം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പ്രസംഗമൊക്കെ ഇതിനൊക്കെ ഞാൻ പേര് കൊടുത്തിട്ട് സ്റ്റേജിൽ ചെന്നിട്ട് എനിക്ക് പക്ഷെ ഇപ്പോഴും അതാ ഉണ്ട്. നമ്മൾ എക്സാം ഒക്കെ എഴുതാൻ ഒന്നും അറിഞ്ഞുകൂടായിരിക്കും, എനിക്ക് പഠിക്കൂല ഞാൻ എക്സാമിനൊന്നും. പക്ഷെ എനിക്ക് കേറുന്ന വരെ ഒരു ടെൻഷനും ഇല്ലായിരിക്കും. ഞാൻ പഠിച്ചില്ലല്ലോ എന്നാണ് എനിക്ക് അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് പോയിട്ട് അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കണം. ഒരു ടെൻഷനും കാണൂല. എക്സാം എഴുതി കഴിഞ്ഞാലും ഒരു ടെൻഷനും കാണൂല. തോക്കുമെന്ന് അറിയാമെങ്കിൽ പോലും എനിക്കൊരു ടെൻഷനും കാണൂല. റിസൾട്ട് വരണതിന്റെ അന്ന് ജയിച്ചു തോറ്റെങ്കിൽ ഒരു കുഴപ്പമില്ല, കൂളാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ എല്ലാത്തിനും ചേരും. പ്രസംഗമൊന്നും ഞാൻ 2ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് അറിഞ്ഞൂടാ എന്താണ്. വലിയ ചേച്ചിമാരൊക്കെ പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതുപോലെ പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് ചേരും. അവര് 2ാം ക്ലാസ്സിലുള്ള ഇതല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ചേർക്കുകയും ചെയ്യും. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാന് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ഒന്നും പഠിച്ചില്ല, ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. ബഹുമാനപ്പെട്ടാന്ന് മാത്രം അവര് പറയുമ്പോ അങ്ങനെ ഞാൻ കേറിയിട്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. ഇറക്കി വിട്ടതല്ല, അതുവരെ ഞാൻ നിന്നില്ല, ഇറങ്ങിപ്പോയി. എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ, അത് ഞാൻ കൂളായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നത്. എനിക്കൊരു നാണക്കേടും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ വീടെന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ മതിലിന്റെ അപ്പുറത്താണ്. മതിലില് എന്റെ വീടിന്റെ മതിലിൽ ഞാൻ ഇത് 2ാം ക്ലാസ്സിൽ വെച്ച് പട്ടംനാണ് പിള്ള മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അത് ശ്രീവരാഹം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം എന്റെ വീട്ടുകാര് ഇങ്ങനെ ആ മതിലിന്റെ അവിടെ അവർക്കറിയാം ഞാനൊന്നും പഠിക്കാതെ. അപ്പൊ അവർക്ക് ഭയങ്കര ഇതായിരുന്നു, നാണക്കേടല്ല അവർക്ക്. അവര് കുറെ കാലം ഇത് പറഞ്ഞ് എന്നെ ഇതാക്കുമായിരുന്നു. അവര് ഇത് ഭയങ്കര ഇതായിട്ട് ആഘോഷിച്ചു കുറെ നാളെ. പിന്നെ എല്ലാം തിരുവാതിര, ഒപ്പന, പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഡാൻസിന് ഞാനായിരിക്കും മുന്നിട്ട് നിൽക്കണം, എല്ലാം കളക്ട് ചെയ്തും ഒക്കെ. പിന്നെ എപ്പോഴോ എന്റെ മാമൻ, അമ്മയുടെ സഹോദരൻ ആക്ടറാണ്, റൈറ്ററാണ്. അപ്പം മാമന് ഇങ്ങനെ കുഞ്ഞിന്റെയൊക്കെ മാമൻ നല്ലൊരു ആക്ടറാണ്, ഡയറക്ടറുമാണ്. മാമൻ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, സംഗീത അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞിന്റെ ഇങ്ങനെ മാമന്റെ റൂമിൽ ഇങ്ങനെ എഴുത്ത് സ്ക്രിപ്റ്റുകളും അങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും കാണുകയും മാമൻ ഇങ്ങനെ എപ്പോഴും മാമന്റെ സുഹൃത്തുക്കൾ വരും. മാമന് നാടകമൊക്കെ ചെയ്യുന്ന KSRTCയിലാണ് മാമൻ കണ്ടക്ടറും ആയിരുന്നു. അപ്പം മാമനാണ് എന്റെ വീട്ടില് കലയായിട്ട്. പിന്നെ അപ്പൂപ്പനും ഇങ്ങനെ കാണാനൊക്കെ നാടകങ്ങളൊക്കെ കാണാൻ പോകും. അന്നൊക്കെ ഈ അമച്ചർ നാടകങ്ങളെയും കാട്ടി പ്രൊഫഷണൽ നാടകങ്ങൾ കൂടുതലും ഈ അമ്പലങ്ങളിലൊക്കെ നാടകങ്ങളുണ്ടല്ലോ, അമ്പലം. അപ്പം ഞാനിങ്ങനെ കരയും കിടന്ന് രാത്രിയാകുമ്പോ എനിക്ക് അവിടെ പോണം ഇവിടെ പോണം നാടകം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ കൊണ്ടുപോകും അപ്പൂപ്പനെ എല്ലായിടത്തും. എനിക്കിഷ്ടമാണ് നാടകങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ആ നാടകങ്ങൾ ഞാൻ കൂടുതലും പ്രൊഫഷണൽ നാടകങ്ങളാണ് കണ്ടിട്ടുള്ളത് അന്നൊക്കെ. അപ്പൊ മാമന് അമച്ചർ നാടകത്തിന്റെ ആളാണ്. അപ്പൊ മാമന് എവിടെയോ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നിലിങ്ങനെ ഒരു ഇത് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാക്കാം. അപ്പൊ മാമൻ ഇങ്ങനെ അഭിനയ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ, അമച്ചർ തിയേറ്റർ, മാമനും D രഘുത്തമൻ എന്ന് പറഞ്ഞു പങ്കജ് ഹോട്ടലിന്റെ ഓണറാണ്. അപ്പം ഇവര് കൂട്ടുകാരാണ്. ഇവര് തമ്മിൽ ചേർന്നിട്ടാണ് ഈ അഭിനയയുടെ തുടക്കം. അപ്പം ആ സമയത്ത് അന്നൊന്നും നടിമാരൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ, പ്രത്യേകിച്ച് അമച്ചർ നാടകങ്ങളിലെ നടിമാര് സാമ്പത്തികമായിട്ടൊന്നും അമച്ചർ നാടകങ്ങളിലൊന്നും വലിയ ഇതില്ലല്ലോ, ഗുണമില്ലല്ലോ, പൈസ ഇല്ല. പ്രൊഫഷണൽ നാടകത്തിൽ പൈസ അന്നും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നടിമാരെ കിട്ടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് മാമൻ വിചാരിച്ച് വീട്ടിലിങ്ങനെ വളരണുണ്ടല്ലോ, എന്തായാലും എന്തെങ്കിലും ഒരു അങ്ങനെയെങ്കിലും പഠിക്കാനും ഞാൻ വലിയ ഇതൊന്നുമില്ല, ഗുണമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു പഠിക്കാനും അന്ന്. അപ്പൊ എനിക്കിതൊക്കെയാണ് താല്പര്യം, മേക്കപ്പ് കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് നടക്കും. അപ്പം അങ്ങനെ മാമൻ ഇങ്ങനെ
ഞാൻ ഒരു 10 ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു തീരുമാനമൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പഠിക്കാനൊന്നും എനിക്കൊരു ഒരിടത്തും ഇങ്ങനെ പൂർണ്ണമായിട്ട് പോകുന്നതൊന്നും എനിക്ക് പറ്റില്ല. അപ്പം ഞാന് ക്യാമറ പഠിക്കണം. സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യവട്ടത്തൊരു കാര്യവട്ട യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവിടെ ഒരു എനിക്ക് തോന്നുന്നു 3-4 മാസത്തെ കോഴ്സാണ്. അന്നൊക്കെ പത്രത്തിൽ ഇങ്ങനെ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ഇത് എന്താണെന്ന് പറഞ്ഞൂടെ, അതെനിക്കൊന്ന് 92. അപ്പൊ എനിക്ക് അതിൽ ജോയിൻ ചെയ്താലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വീട്ടിൽ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. പിന്നെ അവര് വിചാരിക്കും എന്തിനാണോ ഇത് പഠിക്കാൻ പോണേ, എനിക്ക് തന്നെ അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അത് പോണം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് മാമൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നീ അഭിനയിൽ വരാൻ പറഞ്ഞു. അപ്പൊ അഭിനയിൽ വന്ന് കൊള്ളാം അവിടെ ഞാൻ നോക്കിയപ്പോ. കാരണം കൊറേ എല്ലാ സ്ത്രീകളാരും ഇല്ല, എല്ലാ ആണുങ്ങളാണ്, പയ്യന്മാരും ഒക്കെ. അപ്പൊ ഞാൻ മാത്രം അവിടെ. അപ്പൊ ആദ്യം മാമൻ തന്നെ ഡയറക്ട് ചെയ്ത പൈങ്കിളി നാടകം എന്നുള്ള ഒരു പൈങ്കിളി നാടകം അഥവാ സ്ത്രൈണലോകം സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട് മാമൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു ഡയറക്റ്റ് ചെയ്ത ഒരു നാടകം. അപ്പൊ അതിലത്തൊക്കെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ വേറെ പുറത്തുനിന്ന് 2-3 നടിമാരുണ്ടായിരുന്നു. കാരണം പൈസ കൊടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ഞാൻ അവിടെയുള്ള ഒരാളായി. അവിടെ വന്നിട്ട് എനിക്ക് പൈസ ഒന്നും തരണ്ടല്ലോ അവർക്ക്. അങ്ങനെ പിന്നെ അവിടുത്തെ ഓരോരോ നാടകങ്ങള് അത് കഴിഞ്ഞിട്ട് അടുത്ത നാടകത്തിന് ഞാൻ തന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ തുടർച്ചയായിട്ട് ഒരുപാട് നാടകങ്ങൾ 10-20 നാടകങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെയ്തു. ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ തിയേറ്ററിനെ കുറിച്ച്. അപ്പൊ ആദ്യമൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ചെന്നിരുന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കുറെ ആൺപിള്ളേരുണ്ട്, ഞാനുണ്ട്, സന്തോഷം അവിടെ ചെന്നിട്ട്. പിന്നെ നാടകം ചെയ്യാം, അഭിനയിക്കുന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാനിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് അഭിനയിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു. അത് ചെറുതിലേ ഇങ്ങനെ തന്നെ കേട്ടോ. ഡാൻസ് ഒക്കെ ഞാന് കുഞ്ഞിലെ ഡാൻസ് കുറച്ചാള് പഠിച്ചിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോടത്ത് ചുമ്മാ ബാത്റൂമിലൊക്കെ കയറിയിട്ട് ചിലക്ക് കെട്ടിയിട്ട് ചുമ്മാ ഡാൻസ് കളിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതും അതുപോലെ തന്നെയായിരുന്നു. ആദ്യമൊന്നും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും തിയേറ്ററിൽ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ആദ്യത്തെ നാടകത്തില് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത നാടകത്തിൽ ഞാൻ എന്തോ പൊട്ടക്കണ്ണ മാവി എറിഞ്ഞതുപോലെ ഒരു രാജകുമാരിയായിട്ടാണ് അതില്. പക്ഷെ അതിലെല്ലാവരും ഭയങ്കര ഇതായിരുന്നു. അന്ന് അക്കാദമി ഇറക്കുന്ന കേളി എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് എന്നെ കുറിച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊന്നും അങ്ങനെ എന്റെ അടുത്ത് ഇതൊന്നും പിന്നെയാണ് ഇത് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെയാണ് ഇതെല്ലാം ഞാൻ അറിയുന്നത്. എന്നെ അക്കാദമി അന്ന് അവാർഡാണ്, മത്സര നാടകമല്ലേ. അപ്പം അവര് 2ാമത്തെ നടിക്കുള്ള ഇതിനുള്ളത് പരിഗണിച്ചു. പിന്നെ നമ്മുടെ ഈ നാടകത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ മാറിപ്പോയതാണ്. ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ളത്, ഡയറക്ടറിനുള്ളത്, നല്ല അവതരണത്തിനുള്ളത്, അങ്ങനെയൊക്കെ 4-5 അവാർഡ് കിട്ടിയായിരുന്നു. അങ്ങനെ അവസാനം ബോംബെന്ന് വന്ന ഒരു സ്ത്രീക്കാണ് അങ്ങനെ പോയത് എന്നൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ അങ്ങനെ അവിടുത്തെ നാടകങ്ങളും വർക്ക്ഷോപ്പുകളും അവിടുത്തെ ഒരാളായി ഞാൻ. അവിടുത്തെ ഒരാൾ തന്നെയാണ്, അവിടെ നിന്ന് ഇറങ്ങൂല. പിന്നെ എപ്പോഴോ ആണ് തിയേറ്ററിനെ കുറിച്ചൊക്കെ അഭിനയത്തിനെ കുറിച്ചൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാനൊന്നും അങ്ങനെ ഞാൻ അന്നൊക്കെ എന്നെ പഠിക്കാൻ വിടുമായിരുന്നു അവിടുന്ന് ഡ്രാമ സ്കൂളിലും ഒക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ അക്കാദമിക്കൽ ലെവലിലൊന്നും പഠിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ചെയ്യുന്ന നാടകങ്ങൾ ഞാൻ വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ഇങ്ങനെ പോയി. ഈ സമയത്ത് ഒരുപാട് പേപ്പറുകളാണല്ലോ ഇങ്ങനെ കാണാതെ പഠിക്കാനൊക്കെ ഉള്ളത്. അപ്പൊ ചേച്ചി സ്ക്രിപ്റ്റാ അതൊക്കെ പഠിക്കും. അതൊക്കെ പഠിക്കുന്നതല്ലേ ഞാൻ അപ്പോഴും ഇപ്പോഴും അങ്ങനെ കാണാതെയൊന്നും ഞാൻ അങ്ങനെ പഠിക്കുന്നത്. ഞാനങ്ങ് ഒരു വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് തലേ ദിവസം പോലും സ്ക്രിപ്റ്റ് പക്ഷെ നാടകം ചെയ്യുമ്പോൾ നേരത്തെ ഇങ്ങനെ നോക്കും. എനിക്ക് കാണാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. അതൊരു ഇതില് ഞാൻ മനസ്സിലിട്ടിട്ട് ഞാനങ്ങ് പറയും, ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴും സ്ക്രിപ്റ്റ് നേരത്തെ അങ്ങ് പഠിച്ചൊന്നും വെക്കൂല. ഞാനിങ്ങനെ 1-2 തവണ വായിച്ചിട്ട് അതിന്റെ ഒരു രൂപം നമ്മളെ മനസ്സിൽ കാണുമല്ലോ. അപ്പം അത് വെച്ചിട്ട് പറയും. ചേച്ചി ഇപ്പോഴും അത് പറഞ്ഞില്ല, ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ആ ഒരു ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എത്തിയില്ലേ, തിയേറ്ററിൽ നിന്ന് ഡയറക്റ്റ് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയില്ല, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന്? തിയേറ്ററിൽ നിന്ന് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് തിയേറ്റർ ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് മൂവിയല്ല, ഒരു നമ്മുടെ ദൂരദർശന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് 2000 ആ സമയമാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ദൂരദർശനില് നമ്മളെ കണ്ണൻ സാറിന്റെ നേരത്തെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്ന ന്യൂസ് റീഡർ കണ്ണൻ,
TP രാധാമണിയുടെ മോനുണ്ടല്ലോ, ആള് ഒരു ഷോർട്ട് ഫിലിം ടെലിഫിലിം ചെയ്തായിരുന്നു ദൂരദർശനില്. അപ്പം അതിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു 2000 ആ സമയത്താണെന്ന് തോന്നുന്നത്. ആള് വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട്, വാനപ്രസ്ഥം അല്ല, MDയുടെ ഒരു സിനിമ, ജയറാമും സുഹാസിനിയുമായിട്ട്. വാനപ്രസ്ഥമല്ല, അയ്യോ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. നല്ലൊരു മൂവിയായിരുന്നു ആ മൂവി. തീർത്ഥാടനോ അങ്ങനെ കണ്ട ഒരു മൂവി ഞാൻ മറന്നു. ആ മൂവി കഴിഞ്ഞിട്ടാണ് ആൾ ഇതെടുത്തത്. അങ്ങനെ അത് എന്റെ ഒരു നാടകം കണ്ടിട്ട്, ക്രൈം എന്ന് പറഞ്ഞിട്ട് CJ തോമസിന്റെ ക്രൈം ഞാൻ ചെയ്തതിന് ശേഷം ആ നാടകം കാണാൻ ആള് വന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, കണ്ടിട്ട് വിളിച്ചതാണ് എന്നെ. അന്ന് ലാൻഡ് ഫോൺ അല്ലേ വീട്ടില്. അപ്പം ലാൻഡ് ഫോണിന് ഒരു കോള് വരുന്നു. ഞാനിങ്ങനെ കണ്ണനാണ്. അപ്പൊ ഞാനൊക്കെ കുഞ്ഞിലെ ഈ കണ്ണൻ സാർ കണ്ണൻ സന്തോഷ് എന്നൊക്കെ, ഹേമലത ന്യൂസ് റീഡർ അറിയാവോ, ദൂരദർശൻ ലാലിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ കണ്ണനും സന്തോഷും ഒക്കെ തുടക്കത്തിൽ, കണ്ണൻ സാറൊക്കെ തുടക്കത്തിൽ ന്യൂസ് വായിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ദൂരദർശൻ കാണും. അപ്പം ഭയങ്കര നമുക്ക് ഒരു ആരാധനയൊക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ന്യൂസ് വായിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഭയങ്കര ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ ദൂരദർശനിൽ നിന്നാണ്, കണ്ണൻ എന്നാണ്, ഞാനിങ്ങനെ ഒരു രാജലക്ഷ്മി ടീച്ചറിന്റെ മകൾ എന്നാണ് എന്റെ പേര്. ചെറുകഥ ഇങ്ങനെ ടെലിഫിലിം ആക്കുന്നു. ഇങ്ങനെ അതിലൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ക്യാരക്ടർ ചെയ്യാനാണ്. കാരണം അതിൽ മെയിൻ ചെയ്യുന്ന ലീഡ് എന്റെ തൊട്ട് ഇതുള്ള അതാണ്, അനിയത്തിയാണ് ഞാൻ. സോന നായരാണ്, മുകുന്ദനും സോന നായരും. ഞാൻ വിചാരിച്ച ആരെങ്കിലും എന്നെ കളിയാക്കാൻ വിളിക്കുന്നതായിരിക്കും. ഞാൻ അഭിനയം തന്നെ ആരെങ്കിലും കളിയാക്കാൻ വിളിക്കുന്നതായിരിക്കും. ഞാനൊരിക്കലും, അതിപ്പോഴും ഉണ്ട് കേട്ടോ, എനിക്ക് വിശ്വസിച്ചതേ ഇല്ല. പിന്നെ അത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ. നല്ല രസമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് പേയ്മെന്റ് കിട്ടിയ ഒരു വർക്കാണത്. അഭിനയൊന്നും അങ്ങനെ പേയ്മെന്റ് ഒന്നും ഇത്രയും നാടകം ഒന്നും കിട്ടിയിട്ടില്ല. 100-200 ഒക്കെ വല്ല വിഷമേറും. കാരണം ഞാൻ അവിടുത്തെ ഒരാളായതുകൊണ്ട് അവരങ്ങനെയൊന്നും അത് കണ്ടിട്ടുമില്ല, എനിക്കും അങ്ങനെ തോന്നിയിട്ടുമില്ല അവിടത്തെ പേയ്മെന്റ്. ആദ്യമായിട്ട് ഞാനൊരു വർക്ക് സ്വന്തമായിട്ട് ചെയ്തത് അതാണ്. പിന്നെ അത്യാവശ്യം ചില ആൾക്കാരൊക്കെ ഞാൻ അഭിനയിൽ നിൽക്കുന്ന സമയത്ത് നാടകം ചെയ്യാനൊക്കെ ഇങ്ങനെ വിളിക്കും. ചിലപ്പം വിടില്ല എന്നല്ല, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പോവില്ല അങ്ങനെ. പിന്നെ അന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതല്ലാതെ. പിന്നെ കുറെ ഞാൻ കല്യാണം കഴിഞ്ഞു, പിന്നെ മോനൊക്കെ ആയി, പിന്നെ ഞാൻ ഒന്നും അങ്ങനെ ചെയ്തില്ല. അഭിനയത്തിലുള്ളത് തന്നെ ഒരു സക്കാറമായിട്ട് എന്ന് പറഞ്ഞൊരു നാടകം, അത് പിന്നെ ചെയ്തു. അങ്ങനെ അല്ലാതെ ഞാൻ കുറെ ഗ്യാപ്പ് വന്നു, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നാടകമോ ഒന്നും ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഇറങ്ങിയ സമയത്താണ് ഞാൻ ഇത് വർക്ക് ചെയ്യണോന്ന് വിചാരിച്ചിട്ട് മോൻ കുറച്ച് ഇതൊക്കെ ആയപ്പോ ഇറങ്ങിയ സമയത്ത് കുറെ ഷോർട്ട് ഫിലിം, അന്നൊക്കെ ഷോർട്ട് ഫിലിമാണ് കൂടുതലും. അപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞാൻ സിനിമയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. എങ്ങനെ എത്തും, എങ്ങനെ വരും, ആര് സിനിമ, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ സിനിമ ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സാധനമേ അല്ല, ഒരു ഇതേ അല്ല, ലോകമേ അല്ല. സ്വപ്നമല്ല, ഞാൻ അങ്ങനെ വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ എപ്പോഴോ ഒരിക്കൽ അങ്ങനെയാണ് അന്താക്ഷരി ഞാൻ ചെയ്തപ്പോഴും ഞാൻ സീരിയസ് ആയിട്ടൊന്നും അല്ല, പൈസക്ക് വേണ്ടിയിട്ട് ഒരു സീനാണെങ്കിൽ ഒരു സീന് പോകാല്ല. അന്ന് ആ കോവിഡ് ഒക്കെ വന്ന ഒരു സമയമാണ്, അങ്ങനെ പോയതാണ്. അത് എനിക്ക് തോന്നുന്നത് വിപിൻദാസിന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു സീനിൽ ചെന്ന് ചെയ്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒരു കാദീഷോ എന്ന് പറഞ്ഞിട്ടൊരു, നമ്മുടെ ജോൺ എബ്രഹാം സാറിന്റെ സിസ്റ്ററിന്റെ മോൻ ചെയ്ത, ഫൗസിയ ഫാത്തിമ എന്നാണ് ആളുടെ വൈഫിന്റെ പേര്. ആളാണ് ക്യാമറ ചെയ്തത്, ഫൗസിയ ചേച്ചി. അവര് വിളിച്ചു, നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അത് ഫെസ്റ്റിവൽ മൂവിയാണ്, കാദീഷോ. അങ്ങനെ കാദീഷോ ചെയ്തു. പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇത് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് കാശ് കൊടുത്തു. അങ്ങനെ മിനി എന്ന് പറഞ്ഞിട്ട് മിനി IG ചെയ്ത ഒരു സിനിമ, അതിലും ഞാനൊരു ക്യാരക്ടർ ചെയ്തു. അതൊക്കെ ഇങ്ങനെ ഒരു ഓളത്തിനങ്ങ് പോയെന്നേ ഉള്ളൂ. പിന്നെയാണ് ഫാലിമി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു ഫാലിമിന്ന് അങ്ങനെ ഒരു വിളി വരുമെന്നോ. ഫാലിമി വേറെ ഒരു ശ്രീജ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസിനെ വെച്ചിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്. അപ്പം ആ സമയത്ത് ഈ മാർച്ച് ഏപ്രിൽ ഉത്സവ സമയമാണ്. അപ്പം ശ്രീജയ്ക്ക് അന്ന്
ഇതുണ്ടായിരുന്നു, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ബിനിലാലുണ്ണി എന്ന് പറഞ്ഞൊരു റൈറ്റർ, അവരൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ട്രിവാൻഡ്രം സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എന്റെ കസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ എന്റെ പേര് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ അവര് വിളിക്കുന്നു, ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്തോ അടുക്കളയിൽ ഇരുന്നിട്ട് എന്തോ ചെയ്തു കൊടുത്ത ഒരു വീഡിയോ അങ്ങ് ഇട്ട് കൊടുത്തു. എന്റെ കയ്യിൽ വീഡിയോ ഒന്നും നല്ലതൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങ് ഇട്ട് പ്രൊഫൈലൊന്നും ഇല്ല, എവിടെ എന്തൊക്കെ 1-2 ഫോട്ടോ ഇട്ട് ഞാൻ വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അത് കണ്ടിട്ട് അവര് ഭയങ്കര ചിരിയായിരുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട്. അപ്പം അതിന്റെ അസോസിയേറ്റ് അനൂപ് വിളിച്ചു, ചേച്ചി ഇന്ന് വൈകിട്ട് വരാൻ പറ്റുമോ, നമ്മള് ഇങ്ങനെ സിനിമ ബേസിൽ സത്യം പറയാമല്ലോ, ഇപ്പോഴും ഞാൻ സിനിമ കാണില്ല, ഇപ്പോഴാണ് ഞാൻ സിനിമ കാണുന്നത്. അന്നൊന്നും ഞാൻ അങ്ങനെ സിനിമ കുറവാണ് കാണാൻ. പഴയ സിനിമ ഇപ്പോഴും ഞാൻ 80കളിലെ സിനിമ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എന്നെ എല്ലാവരും കളിയാക്കും. അപ്പൊ പല പിള്ളേരെ എനിക്ക് അറിഞ്ഞൂടാ, പുതിയ പിള്ളേരെയൊക്കെ കുട്ടികളെയൊക്കെ ഇപ്പം പിന്നെ അറിയാം. പിന്നെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവൂല, അവരെന്നെ മോനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. ആരെന്നൊക്കെ ചോദിച്ചു. സഞ്ജു ശിവറാം എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്, സഞ്ജുവിനെ എല്ലാവർക്കും അറിയാം. സഞ്ജു എന്റെ മോനായിട്ട് ഒരു ഇതിൽ അഭിനയിക്കാൻ വന്നത്. അപ്പൊ രാവിലെ തൊട്ടേ അവിടെ ഷൂട്ടിന് വന്നപ്പോ ഞാൻ കാരവാനിൽ ഇരുന്നപ്പം സഞ്ജു ഉണ്ട് അവിടെ, സഞ്ജു ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കില്ല. വൈകിട്ട് സഞ്ജു വന്നിട്ട് ഫാലിമി ഒക്കെ ഇറങ്ങിയ സമയത്ത് ഫാലിമി കണ്ടു ചേച്ചി കൊള്ളാതൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആര് പേരെന്തോന്ന് ചോദിച്ചപ്പോ സഞ്ജു വേളറി വെളുത്ത്, എന്റെ പേര് സഞ്ജു ശിവറാം എന്ന് പറയും. അതുപോലെ എനിക്ക് ആരെയും അറിയില്ലായിരുന്നു, ബേസിനെ അറിയില്ല. ബേസില് അന്ന് എനിക്ക് തോന്നുന്നു ജയ് ഹേ ഒന്നും ഇറങ്ങിയില്ല, അതിനു മുന്നെയാണ് ഫാലിമി. ഇറങ്ങിയോ? ആ ബേസിലിന് എനിക്ക് സത്യം പറഞ്ഞാൽ ബേസിലിന് അധികം അറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ബേസിലെങ്കിൽ ബേസിന് ജഗദീഷ് ഏട്ടന്റെ സഹോദരി ഒരു കസിൻ സിസ്റ്റർ ആയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി. അപ്പം ഞാൻ വൈകിട്ട് ഒരു ഓഡിഷൻ പോലെ ഉണ്ട്, അവര് സ്ക്രിപ്റ്റ് തന്നു. ഞാൻ അവിടെ പോയപ്പോൾ ഡയറക്ടർ നിതീഷ് ഉണ്ട്. നിതീഷ് നമ്മുടെ വിപിൻ ദാസിന്റെ അസോസിയേറ്റ് ആണ്. നിതീഷ് ഉണ്ടായിരുന്നു, പിന്നെ അസോസിയേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊരു സ്ക്രിപ്റ്റ് തന്നിട്ട് നമ്മുടെ ഫാലിമിയുടെ എന്റെ പോർഷൻ തന്നിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് ചെയ്ത് നോക്കുമെന്ന്. അടുക്കളയിൽ വെച്ചിട്ടാണ്, അവിടെ ഒരു ഫ്ലാറ്റില് ഒരു കിച്ചൺ ഉണ്ട്. ഓഡിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, ഞാൻ മാത്രം. കാരണം ഇവര് ലേറ്റ് ആയിട്ടല്ലേ എന്നെ വിളിക്കുന്നത്, മറ്റേ ആക്ട്രസിന് സമയം ഇല്ലാത്തോണ്ട് എവിടെന്നെങ്കിലും തപ്പി പിടിച്ച ഒരാളിനെ കൊണ്ട് വന്നതാണ് ഇവര്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ തുടയ്ക്കുന്ന ഒരു തുണിയൊക്കെ ഉണ്ട്, ഞാനത് വെച്ചിട്ട് ഒരു കാച്ചി ഡയലോഗ് വെച്ചിട്ട്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഓഡിഷനൊക്കെ അന്നൊക്കെ പോകുമ്പോഴൊന്നും ഞാൻ ടെൻഷൻ അങ്ങനെ വലുതായിട്ട് അടിക്കില്ല. കാരണം ടെൻഷൻ അടിച്ച് എനിക്കറിയാം കംപ്ലീറ്റ് പോവും, കുളമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ ഞാനങ്ങ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ആ ഡയലോഗ് വെച്ചിട്ട് ചെയ്തു. അപ്പം തന്നെ അവര് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നിതീഷ് പറഞ്ഞു ചേച്ചി ഇത്രാം തീയതിയാണ് ഡേറ്റും ഒക്കെ പറഞ്ഞു. സീൻ കൊള്ളാം അങ്ങനെ ഒന്നും പറഞ്ഞത്? സീന് കൊള്ളാം, അതുകൊണ്ടാണ് അവര് പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞു ഡേറ്റും ഒക്കെ ചേച്ചി ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെയാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി. എനിക്കൊരു 4-5 ദിവസം ഉണ്ടായിരുന്നു. വേറൊരു സീനും കൂടെ എടുക്കാൻ വെച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല ആ സീന്. പിന്നെ ഈ ഒരു സീന് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയോ ഫാലിമി ഇറങ്ങിയപ്പോഴൊക്കെ പക്ഷെ എന്നെ ഒരുപാട് ബേസിലൊക്കെ എനിക്ക് ആദ്യം അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ക്യാമറയ്ക്ക് മുന്നേ ഉള്ള ഒരു പ്രശ്നം പിന്നെയും കിടപ്പുണ്ടായിരുന്നു, നാടകം വരുമോ എന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ബേസിലൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ആ സീനൊക്കെ. പിന്നെ ഫാലിമി ഇറങ്ങുമ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഫാലിമി സിനിമ ഹിറ്റാവുമെന്ന് വിചാരിച്ചു. എന്റെ സീൻ എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നന്നായിട്ട് നിതീഷ് എന്നെ ഹെൽപ്പ് ചെയ്തു. ആ ഡബിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു സാധനമായാലും നിതീഷ് കൂടെ നിന്നാണ് അത് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അത് ഇത്രയും നന്നായിട്ട് വരാനും കാരണം. അതിൽ ഒരു സ്ലാങ്ങും ഒക്കെ ഭയങ്കര ഒരു കുഞ്ഞു മൂളലായാൽ പോലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത്. അത് പിന്നെ വീണ്ടും ഒരു ദിവസം കൂടെ ഞാൻ ചെന്ന് ഒരു ചെറിയ ബിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഡബിങ്ങിന് പോകുമ്പം ഡബിങ് ആണ് എനിക്ക് ഭയങ്കര ഇത്. അപ്പൊ ഞാൻ പറയും ഞാൻ എത്ര വേണമെങ്കിലും എഫേർട്ട് എടുത്ത് ചെയ്യാന്ന് പറയും. അപ്പം അങ്ങനെ എനിക്ക് എന്നാലും ഒരു സംശയം ഇനി വരുമ്പോ. അപ്പൊ നിതീഷ് പറഞ്ഞ് ചേച്ചി സിനിമ വരുമ്പോ ചേച്ചി നന്നായിട്ട് ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു മുഖസ്ഥിതി വല്ലതും പറയണതായിരിക്കും, പിന്നെ അല്ലാതെ അങ്ങനെ കൊള്ളൂലെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കൊള്ളാം ചേച്ചി എന്നൊക്കെ പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സിനിമ ഇറങ്ങിയപ്പം ഇങ്ങനെ എനിക്കെപ്പോഴും ഞാൻ അഭിനയിക്കുന്ന സിനിമ ആദ്യം കാണുമ്പോൾ പെട്ടെന്ന് പോയതുപോലെയൊക്കെ എനിക്ക് തോന്നും. പെട്ടെന്ന് ഭയങ്കര സ്പീഡ് ആയതുപോലെ ഡയലോഗ് എനിക്കൊന്നും ബ്ലാങ്ക് ആയിരിക്കും.
അപ്പം രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാനും ഇഷ്ടമല്ലായിരുന്നു. എല്ലാം കൂടെ വരണം എന്റെ വീട്ടിൽ നിന്നും കൂട്ടുകാരും ഒക്കെ. ഇനി ആ സീനില്ലെങ്കിൽ ഞാൻ പെട്ടാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അവസാനം സീനുണ്ടായിരുന്നു. പിന്നെ അത് ഇറങ്ങി കുറച്ച് ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ട്രോൾ ഇടാൻ തുടങ്ങി. എന്ത് കണ്ടോണ്ടാണ് ആ ബിഗ് ഷോപ്പറൊക്കെ എടുക്കാൻ വരുന്ന ആ സീന് നീലശ്ശേരിയിലുള്ള കാര്യം. പിന്നെ പേജിലൊക്കെ ഇട്ട് അത് കുറേ അങ്ങ് പോയി. റീലായിട്ടും ട്രോളായിട്ടും ഒക്കെ പോയപ്പോ എനിക്ക് ഒരു ഇത് വന്നു. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം. പിന്നെ അത് വഴിയാണ് ഞാൻ മൊത്തം എനിക്ക് പിന്നെ എനിക്ക് സിനിമ ചെയ്യണം. നേരത്തെ അങ്ങനെ ഒരു ഇനി അടുത്ത സിനിമ കിട്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല, വന്നാ വരട്ടെ എന്നുള്ള ഒരു ഇതായി. പിന്നെ എനിക്കൊരു ഇത് വന്നു തുടങ്ങി. സിനിമ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിൽക്കണം. സിനിമ അങ്ങനെയെങ്കിലും കിട്ടുള്ളൂ. നമുക്ക് വെറുതെ വീട്ടിലിരുന്നാലൊന്നും വർക്ക് കിട്ടില്ല എന്നൊക്കെ. എന്നാലും എവിടെ എല്ലാവരും പറയാം ഇങ്ങനെ ഇരുന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലൊന്നും ഇരുന്നാലൊന്നും വർക്ക്. എല്ലാവരും വിളിക്കണം രാവിലെ എഴുതിച്ച് ഏത് ഡയറക്ടറെ വിളിക്കാം. എനിക്ക് വർക്കുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഒന്നും ചോദിക്കാൻ പറ്റില്ല. പറയണവർക്ക് പറയാമല്ലോ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാനിമി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കൃഷാന്ത് ദേശീയ അവാർഡൊക്കെ കിട്ടിയില്ലേ, ആവാസവ്യൂഹം പുരുഷ പ്രേതമൊക്കെ ചെയ്ത കൃഷാന്ത്. ജയേഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നോക്കിയതുണ്ട്. ജയേഷ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു വർക്കുണ്ട്, എങ്ങനെയെങ്കിലും 1 മാസം എങ്ങനെ പോയാലും അത് വരും, ബ്ലോക്ക് ചെയ്യണം, ഞാൻ ഡേറ്റ് വിളിച്ച് പറയാം. ഇങ്ങനെ കൃഷാന്ത്. അപ്പൊ എനിക്ക് കൃഷാന്ത് ആരെന്ന് അറിഞ്ഞുകൂടാ. കൃഷാന്തിനെ അറിയില്ലേ ചേച്ചിക്കെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കൃഷാന്ത് കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാൻ തുടങ്ങി. ആ കാലഘട്ടം തൊട്ടാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പൊ ഇതാണ് കൃഷാന്ത്. അപ്പൊ ഒരു ദിവസം എന്നെ കൃഷാന്ത് വിളിക്കുന്നു വൈകിട്ട്. അങ്ങനെ ചേച്ചി ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടു, ഫാലിമി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ആവാസവ്യൂഹം എവിടെ? ഞാൻ കണ്ടിട്ടില്ല. പുരുഷപ്രേതം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, കാണലൊക്കെ കുറച്ച് കുറവാണെന്നൊക്കെ പറഞ്ഞു. ചേച്ചി അത് കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടു. പിന്നെ ഭയങ്കര ഇതായിട്ട് ക്യാരക്ടറൊക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ് ക്യാരക്ടർ? മിൻമിനി സഞ്ജു ശിവറാണ്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ വൈഫായിട്ടാണ്. വെബ് സീരീസ് ആണ്, സോണി ലിവിന് വേണ്ടി. നല്ല വർക്കായിരുന്നു അത്. മൂവാറ്റുപുഴയായിരുന്നു ഷൂട്ട്. എനിക്കതൊരു ഭയങ്കര ഇതായിരുന്നു. ആ വർക്ക് ഇത് കഴിഞ്ഞ് ഫാനിമി കഴിഞ്ഞ് അങ്ങനെ ഒരു വർക്ക് വന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. പ്രത്യേകിച്ച് കൃഷാന്തിനെ പോലുള്ള ഒരു വലിയ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വ്യസന സമയം. പിന്നെ കുറച്ചാള് വർക്ക് വ്യസന സമേതം വന്നത്. ഈ വെബ് സീരീസ് കഴിഞ്ഞിട്ടാണ് വ്യസന സമേതം. അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവര് ഇങ്ങനെ തിരുവനന്തപുരം ബേസ്ഡ് ഈ വിപിൻ വ്യസന സമേതത്തിന്റെ ഡയറക്ടർ വിപിൻ അഞ്ചിന്റെ സഞ്ജയനം തോന്നക്കിലുള്ള ആളാണ് ആക്ടിങ്. സഞ്ജയനം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിനാണ് ഈ വിപിൻ. അപ്പൊ അവര് വഴി ഇത് ഒരുപാട് പോയി വൈറലായി ഈ ഷോർട്ട് ഫിലിം. അപ്പൊ നല്ല ഷോർട്ട് ഫിലിമാണ്. അപ്പം അങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ടീം സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇങ്ങനെ തിരുവനന്തപുരം ബേസ്ഡ് ആൾക്കാരാണ് അവർക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ ജോസേട്ട് എനിക്ക് നമ്പരൊക്കെ തന്നു, വ്യസന സമേതത്തിന്റെ ഡയറക്ടറിന് എന്റെ വിളിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിപിനെ വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ പേരൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പേരൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു വേറെ എന്തേലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഫാലിമി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൃഷാന്തിന്റെ വേറൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്. അപ്പൊ പറഞ്ഞു ഫാലിമിയിലേത്? അപ്പൊ ഞാൻ ഇന്നലെ ഫാലിമി കണ്ടതാണല്ലോ, അല്ല ഒരു സീന് കണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ഫാലിമിന്റെ ഉഷ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ഇതൊക്കെ ട്രോള് പോയെങ്കിലും ഞാനിങ്ങനെ വിചാരിക്കുന്നില്ല ഈ ഒരു സീന്. അപ്പൊ ഞാൻ ആ സീനാണ് കണ്ടത്. ചേച്ചി ഇതില് കാസ്റ്റിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞു. സീന് മാത്രമാണ് ഇതിൽ കണ്ടത്. എന്റെ ഒരു ഫ്രണ്ട് സജി പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഉണ്ട്. അപ്പൊ എന്തോ ഒരു നിമിത്തം പോലെയാണ് ഞാൻ വിപിനെ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ. അന്ന് വേറെ വിപിൻ ദാസിന്റെ പ്രൊഡക്ഷൻ അല്ലായിരുന്നു. അവര് സുരാജ് വെഞ്ഞാറമൂടിനെ ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് വേറെ പ്രൊഡക്ഷൻ ഒക്കെ ആയിരുന്നു. ഏതൊരു സെപ്റ്റംബറോ അങ്ങനെ എങ്ങാണ്ട് ഒരു മാസം പറഞ്ഞു. ആ സമയത്തായിരിക്കും സിനിമ. ഏത് ക്യാരക്ടർ ഒന്നും പറഞ്ഞതുമില്ല, ഞാൻ കേട്ടതുമില്ല. എന്തോ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. വന്നത് വരട്ടെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനമാണ് വിപിൻ ദാസ് അത് വിപിൻ ദാസിന്റെ പ്രൊഡക്ഷൻ ആയതും. അപ്പോഴും എനിക്ക് വിപിൻ ദാസിന്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അറിയില്ല. ഗുരുവായൂർ അമ്പലനടയിലും ജയ് കണ്ടു ഞാൻ. അപ്പം വിപിൻ ദാസിന്റെ FB ഇൻസ്റ്റ അന്ന് എനിക്കില്ല, ലൈവ് അല്ല. FB വിപിൻ ദാസിനെ ഞാൻ ഇങ്ങനെ കാണും. എനിക്ക് എന്നെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ പിന്നെ മെസ്സഞ്ചർ ഒന്നും ആർക്കും മെസ്സേജ് ഒന്നും അയക്കില്ല.
ഏതെങ്കിലും ഒരു സിനിമയിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് വിപിൻ ദാസിനെ. ആര് വിളിക്കാൻ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഇത് നമ്മുടെ വ്യസന സമേതം അവരുടെ പ്രൊഡക്ഷനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് കോസ്റ്റ്യൂമിന്റെ കാര്യവും ക്യാരക്ടറിന്റെ കാര്യവും അപ്പോഴും എനിക്ക് അറിയില്ല ഇതാണ് ക്യാരക്ടർ. ഗിരിജ മണ്ണന്തല വരാൻ പറഞ്ഞു. അവര് അവിടെയാണ് ഓഡിഷനൊക്കെ നടത്തുന്നത്. ഓഡിഷൻ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്നാ ഞാൻ വിചാരിച്ച ഓഡിഷനൊക്കെ കാണുമെന്ന്. ഞാനൊക്കെ പോയി. വേറെ ആർക്കും ആ സാധനം ചെയ്യാൻ പറ്റില്ല. വലിയ ഗമയിലൊക്കെ പോയി. അപ്പൊ ഈ ഇടയ്ക്കാണ് വിപിൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടും. പിന്നെ അന്ന് അപ്പോഴൊക്കെ വാട്സപ്പിൽ അപ്പൊ വിപിൻ ഇങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ വിപിൻ വിചാരിച്ചത് തൊലിക്കട്ടി കുറച്ച് അമാരം തന്നെ. എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ സെൽഫിയൊക്കെ എടുത്ത് അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് എന്തെങ്കിലും, എന്നിട്ട് പാട്ടാണെങ്കിൽ 80 പാട്ടൊക്കെ ഇടും. അപ്പൊ വിപിൻ ഇങ്ങനെ സ്റ്റാറ്റസ് കാണുമായിരുന്നു. അതെല്ലാവരും കാണുമല്ലോ നമ്മള്. അങ്ങനെ അപ്പൊ ഈ ഇടയ്ക്കാണ് വിപിൻ പറഞ്ഞത് വ്യസന സമയത്ത് റിലീസായി കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്തോ ഇങ്ങനെ ക്യാരക്ടർ എടുക്കാനുള്ള കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു തൊലിക്കട്ടി എന്തായാലും അപാരത്തന്നെ വിചാരിച്ചു ചെയ്യാൻ പറ്റും ഈ ക്യാരക്ടർ എന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പൊ ഞാൻ പോയപ്പോ വിപിൻ ഇങ്ങനെ പറഞ്ഞു. വിപിൻ ദാസ് താഴെ നിൽക്കായിരുന്നു. അപ്പൊ വിപിൻ ദാസ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഫാനിമി കണ്ടപ്പോ വിപിൻ ദാസ് ഫാനിമി അസോസിയേറ്റ് ആയിരുന്നില്ലേ ദിലീഷ്, കണ്ടിട്ടുണ്ടെന്ന് പറയാനായിട്ട്. അപ്പം പറഞ്ഞു ഗിരിജ എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്. എനിക്കെങ്ങനെ അറിയാം ഗിരിജ ഏത്? ഞാൻ മുകളിൽ പോയപ്പോഴത്തേക്കാണ് ഗിരിജ എന്ന് പറഞ്ഞത്. അപ്പൊ അത് കുറച്ച് ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ്. മുടിയൊക്കെ ചേച്ചിയുടെ, എന്റെ മുടി ഗ്രേ ആണ്, ഞാൻ കുറച്ച് കളർ ചെയ്ത്. അപ്പൊ ചേച്ചിയുടെ യഥാർത്ഥ മുടി വേറെ ഒന്നും ചെയ്യണ്ട, മേക്കപ്പ് ഒന്നുമില്ല, ത്രെഡ് ഒന്നും ചെയ്യണ്ട. അത് ഫാനിമി ചെയ്തപ്പോഴും അവര് പറഞ്ഞു ത്രെഡ് ഒന്നും ചെയ്തോണ്ട് വരരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ ഒക്കെ പറഞ്ഞു. ക്യാരക്ടർ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റുമായിരിക്കും എന്തോ. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റത് ആലോചിച്ചില്ല, ടെൻഷനൊന്നും ആലോചിച്ചില്ല. ചെയ്യാം, അവിടെ ചെന്നിട്ടല്ലേ ബാക്കി കാര്യം എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മനസ്സിലിങ്ങനെ ഇട്ടിരുന്നു. നാട്ടുപുറത്തുള്ള ഒരു സ്ത്രീയാണ്, ഇങ്ങനെ കുറച്ച് കുശുമുകുനായ്മയൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം എന്റെ മനസ്സിലൊരു വർക്കൗട്ട് പോലെ. അത് ഞാൻ എപ്പോഴും ഞാൻ ഇട്ടയ്ക്കും. അങ്ങനെ മാത്രമേ ഇട്ടോളൂ. അല്ലാതെ ഭയങ്കര ഭീകര ഹോംവർക്കൊന്നും അങ്ങനെ ചെയ്തൊന്നും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ കുളവോ ആവുമായിരുന്നു. അങ്ങനെയാണ് ഒരു നല്ലൊരു സെറ്റ് ആയിരുന്നു. വ്യസന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ആ സീന് എങ്ങനെ ഷൂട്ട് ഇറങ്ങി വരുന്നതൊക്കെ ഇല്ല, അത് ഇച്ചിരി അടിപൊളിയായിരുന്നു. ഞാനിപ്പോഴും ആ സീന് കാണൂല. എനിക്ക് പേടിയല്ല, എനിക്കൊരു ട്രോമയാണ് ആ സീൻ. വേറെ ഒന്നുമല്ല. ആ സീന് ലാസ്റ്റ് ദിവസമാണ് ഇവര് എടുത്തത്. എല്ലാവരുടെ എല്ലാം എടുത്തു കഴിഞ്ഞ് പാക്കപ്പ് ആവുന്ന ആ ദിവസം 5:30 പാക്കപ്പ് ആവുന്ന, എനിക്ക് തോന്നുന്നു 11:30 എടുത്തത്. അതങ്ങ് ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു വിപിൻ, ഇങ്ങനെ ഒരു സീനുണ്ട് ഇതില്. മൊത്തം സ്ക്രിപ്റ്റ് തന്നില്ലല്ലോ, ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ടുള്ള തലേദിവസം തരും, അല്ലെങ്കിൽ രാവിലെ തരും. അപ്പൊ ഇങ്ങനെ ഒരു സീനുണ്ട് ചേച്ചി, ആ സീനിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ എല്ലാവരും കുറെ സ്ത്രീകളുണ്ട്, നമ്മുടെ നോബിയുടെ വൈഫായിട്ടും ഒക്കെ വന്ന അശ്വതി. അപ്പൊ അവരൊക്കെ പറയും ചേച്ചിയുടെ ആ സീനാണ് കേട്ടോ, ആ സീനാണ് ചേച്ചിക്ക്. അത് നേരവണ്ണം ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് ആ സീനിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും ഈ സീന് എന്താവോന്ന് ഞാനൊന്നും ആലോചിക്കുന്നില്ല. ഞാനൊന്നും ആലോചിച്ചില്ല അതിനെ കുറിച്ച്. ആലോചിച്ചാൽ എനിക്കറിയാം. നേരത്തെ വർക്കൗട്ട് ആക്കാനൊന്നും ഞാൻ പോയില്ല. ഹോട്ടലിൽ വന്നിറങ്ങണം, ഇങ്ങനെയാണ് വിളി ബഹളം ഉണ്ട് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് വിപിനാണെങ്കിൽ ഒരു ഡയലോഗ് പോലും സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കൂല. അപ്പൊ എനിക്കൊരു പ്രശ്നമുള്ളത്, ഞാൻ കുറച്ച് കൈന്നിട്ടോട്ടോന്ന് ചോദിക്കും. ചില ഡയറക്ടേഴ്സ് സമ്മതിക്കും, ചിലര് പറയും വേണ്ട അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പറയണത് ചെയ്താൽ മതി എന്ന് പറയും. വിപിൻ പറയും ഞാൻ പറയണത് ചേച്ചി ചെയ്താൽ മതി. ഞാൻ പറയും വിപിനെ ഇത്തിരി കൈന്നിട്ടോട്ടോ, ഇത്തിരി എന്തെങ്കിലും എനിക്ക് ഒരു അക്ഷരം കൊണ്ടോട്ടോ എന്നെ മാറ്റിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ വിപിനൊന്നും സമ്മതിക്കില്ല. അതുപോലെ വിപിൻ പറയും പോലെ തന്നെ പറയണം, ആ സ്ലാങ്ങിൽ തന്നെ പറയണം. അപ്പൊ അതുവരെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിന്ന് ഞാൻ ചെയ്ത് അപ്പൊ വിപിൻ തന്നെ എപ്പോഴും ഒരിക്കൽ പറഞ്ഞ് ചേച്ചി അവസാനത്തെ സീൻ, ഈ കരഞ്ഞോണ്ട് വരുന്ന സീനിൽ ചേച്ചി കുറച്ച് ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ടോന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചിട്ടോന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ടാസ്ക്. അങ്ങനെ മറ്റേ ചെരുപ്പെടുത്ത് വയ്ക്കുന്നവരെ എനിക്ക് തോന്നുന്നു 2 or 3 ടേക്ക് പോയതേ ഉള്ളൂ. കാരണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലായിരുന്നു. ക്യാമറയ്ക്ക് എനിക്കൊപ്പം എത്താൻ പറ്റുന്നില്ല.
മറ്റേ അകത്തിരുന്ന സീന് വിപിൻ കയ്യിൽ നിന്ന് ഇട്ടോളാൻ പറഞ്ഞതല്ലേ, അപ്പൊ ഞാനങ്ങ് കയ്യിൽ നിന്നിട്ട് എന്റെ വലിയ കച്ചിയ ഉള്ളിൽ എന്തോ പോയി മരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഞാൻ മാറ്റി. ബോധമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പൊ മറ്റേ ക്രിയേറ്റീവ് ഡയറക്ടർ സജി സവാന എന്ന് പറഞ്ഞ് അവന്റെ സ്വഭാവം ചേച്ചിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അവ ഉള്ളത് കൂടെ വെട്ടിത്തള്ളും, എല്ലാം വെട്ടിത്തള്ളും, നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചത് കൂടെ വേണമെങ്കിൽ വെട്ടിത്തള്ളും. അങ്ങനെ പിന്നെ ഞാൻ പേടിച്ചു വീണ്ടും. ഞാൻ അത് ഒരുപാട് പോയില്ല, ടേക്കൊന്നും പോയില്ല. പല ആക്കിടുന്ന എടുത്ത് പിന്നെ ഇവരെന്നെ വിരട്ടി 2 സൈഡ് കാണും. അപ്പൊ എനിക്ക് ഈ വിളിക്കുന്നത് എനിക്ക് പക്ഷെ ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഞാനങ്ങ് മൂഡ് ഔട്ട് ആവും, മൂഡ് പോവും, എനിക്ക് എനർജി കിട്ടൂല. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടല്ലോ എന്റെ പ്രശ്നം. അവര് വിചാരിക്കുന്ന എനിക്ക് എനർജി പോവും, ശബ്ദം പോവും. പക്ഷെ എനിക്ക് 4:30-5 മണി വരെ ശബ്ദം പോയിട്ടില്ല. ഞാന് തിയേറ്റർ ചെയ്യണോണ്ട് എനിക്ക് ശബ്ദം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ലൈവായിട്ട് ഓഡിയോ എടുത്താണോ? ഡബിങ് ഉണ്ടായിരുന്നു. ഡബ് കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഡബും വിപിൻ ഇങ്ങനെ ഇരുന്ന് പിടിച്ച് അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ശബ്ദം, ഞാൻ കുഞ്ഞു ശബ്ദത്തിൽ സംസാരിക്കുന്ന പോലും വലിയ ശബ്ദമാണ്, അതുകൊണ്ട് ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കതൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അയ്യോ ശബ്ദം പോവും, എനർജി പോവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കരച്ചോണ്ടിരിക്കും, ഇടയ്ക്ക് നിർത്തിന് വീണ്ടും കരി. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സിനിമ ചെയ്ത് അങ്ങനെ പരിചയമില്ലല്ലോ. മറ്റേ തിയേറ്ററിലാണെങ്കിൽ നമ്മള് റിഹേഴ്സൽ അങ്ങനത്തെ പർപ്പസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും നല്ല വർക്ക്ഷോപ്പുകളൊക്കെ മൂവിയുടെ തന്നെ സിനിമയുടെ വർക്ക്ഷോപ്പുകൾക്കൊക്കെ പങ്കെടുക്കണം, ഇത്രയും സിനിമ ചെയ്താലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്യാമറയെ കുറിച്ചൊക്കെ ഒരു ധാരണ കാണും. അതൊക്കെ നല്ല കാര്യമാണ്, നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലിസം വർക്കിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ സീന് വൈകുന്നേരം ഉച്ചക്ക് കരയുന്ന മറ്റേ ചെരുപ്പെടുത്ത് വെക്കുന്നവരെ ഉച്ചക്ക് ഉണ്ണാനുള്ള ബ്രേക്കിന്റെ സമയത്ത് നിർത്തി. പിന്നെയാണ് മറ്റേ സീൻ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ ഈ ബ്രേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പ്രൊഡക്ഷനിലെ ലൈറ്റ് ചെയ്യുന്നവര് എല്ലാവരും അവിടെ ഇങ്ങനെ ഈ നിലവിളിയല്ലേ അവിടെ, അല്ലെങ്കിലേ അവിടെ നിലവിളിയാണ്. ആ തുടക്കം ദിവസം തൊട്ട് ഷൂട്ട് തുടങ്ങണ തൊട്ട് മരണ വീട്ടിന്റെ എല്ലാ ഇതും ഉണ്ട് അവിടെ. അപ്പൊ ഈ സീന് കണ്ടിട്ട് എല്ലാവരും ചിരിക്കണം. എനിക്ക് പക്ഷെ ചിരിയൊന്നും വന്നില്ല, എനിക്ക് ബോധം പോലും ഇല്ലായിരുന്നു, പിന്നെയാണ് ചിരി. അപ്പൊ എല്ലാവരും ഞാൻ എന്തോ അപരാധം ചെയ്തിട്ട് വന്നതുപോലെ എന്നെ കണ്ടിട്ട് ആക്ഷേപിച്ച് ചിരിച്ചോണ്ട്. അങ്ങനെ ആ സീന് ഇപ്പോഴും കൊറേ മനോരമ മാക്സുകാരൊക്കെ അത് ഒരുപാട് ട്രോള് പോയി കുറെ. അപ്പം ട്രോള് പോയതാണെങ്കിൽ പലരും എന്റെ ഇൻസ്റ്റ ID റീന ഇന്ദ്രായണി എന്നാണ്. അപ്പൊ അന്നൊക്കെ എനിക്ക് 200-300 ഫോളോവേഴ്സേ ഉള്ളൂ, ഫോളോവേഴ്സും ഇല്ല. അപ്പം കുറെ കമന്റുകൾ ഇങ്ങനെ വരും, അതൊക്കെ ഞാൻ കാണും കേട്ടോ. ഞാൻ ഈ സീന് കാണൂല, കണ്ടു കഴിഞ്ഞാൽ അയ്യേന്ന് ഞാൻ വിചാരിക്കും, മറ്റതൊക്കെ ഓർക്കും, വെട്ടി തള്ളിക്കളയോ എന്നൊക്കെ പറയുന്നതൊക്കെ ഓർത്ത്. പക്ഷേ ഈ ഇതിന്റെ കമന്റ് വായിക്കുമ്പോ ഇവരാരാണെന്തോ, ഇവരുടെ ID ഇല്ല, ഇവർക്ക് റീന ഇന്ദ്രായണി ആണെന്നൊക്കെ ചിലര് പറയും, ചിലര് ഉഷമാവി. അപ്പൊ അതിന്റെയൊക്കെ താഴെ ഞാനാണ് റീന ഇന്ദ്രായണി എന്ന് ചെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് 200 ഫോളോവേഴ്സ് അല്ലാണ്ട് 10 കിടക്കും. ഇത് ഞാൻ പലപ്പോഴും എടുത്ത് എന്റെ പേജിൽ ഇടാന്ന് നോക്കും ഈ വീഡിയോ. പക്ഷെ അപ്പോഴെല്ലാം മറ്റേ മനോരമ മാക്സുകാര് ബാൻ ചെയ്യും എന്നെ. അപ്പൊ ഞാൻ അഭിനയിച്ച സീൻ അവരെന്തിനു ബാൻ ചെയ്യണമെന്ന് അവര് വേറെ ആർക്കും ഇടാൻ പറ്റൂല. അങ്ങനെ അത് വ്യസന സമയം നമുക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർക്കുകളൊക്കെ എനിക്ക് വന്നു. എന്റെ ഇത് തന്നെ മാറി, ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാന്ന്. അത് ഉഷമാമി പാരന്റ് ചെയ്തപ്പോഴും കുറെയൊക്കെ മാറ്റം വന്നു, വർക്കുകൾ വന്നു അങ്ങനെ. പക്ഷെ വ്യസന സമേതമാണ് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്താലും വ്യസന സമേതം കൊള്ളാം കേട്ടോ. വ്യസനം അപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വ്യസന സമേതം എനിക്കും ഇഷ്ടമാണ്. ഗിരിജമാമി നല്ലൊരു വർക്കായിരുന്നു അത്, ഭയങ്കര രസമുള്ള ഒരു ചെറിയ സിനിമയാണെങ്കിൽ ഇപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട്, അതിലെ ആക്ടേഴ്സും ഒക്കെ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത്. ഇപ്പൊ ഇത് ഒരുപാട് സ്ത്രീകളൊക്കെ കാണുന്നുണ്ടോ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഇപ്പൊ ചേച്ചി ഇങ്ങനെ വന്ന വഴിയൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ അറിയാലോ, ഈ വേറെ വഴികളിലൊക്കെ വന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ചേച്ചി. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ആസ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഞാൻ പറയുന്നത്, ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തിയേറ്ററിൽ നിന്നും എനിക്കങ്ങനെ സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞില്ലേ ഒന്നും. പക്ഷെ എന്റെ വീട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോഴും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവര് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇന്നും ഒരു, കാരണം ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്നാലും ഒന്നും ഒരു ഇതും ഇല്ല, ഒന്നും അങ്ങനെ ഒന്നും ഒരു ഇതും ക്വസ്റ്റ്യൻ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരവരുടേതായിട്ടുള്ള കഴിവുകൾ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്.
ഉള്ളവര് തീർച്ചയായിട്ടും അതിൽ നന്നായിട്ട് ശ്രദ്ധിച്ച്, ഇപ്പം തയ്യൽ അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പല പല തൊഴിലുകൾ അറിയാവുന്ന, ഇപ്പൊ പലവരും ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കി. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ നിർത്തരുത്. നമ്മൾ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അത് വേണ്ട എന്ന് വെക്കരുത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോയി അവരുടെ കഴിവുകൾ തെളിയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, ഏത് മേഖലയായാലും. പിന്നെ അവനവൻ ഒരു പൈസ ഉണ്ടാക്കി ജീവിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളതും നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നതും ഒക്കെ നമുക്കത് ഒരു ഭയങ്കര ആത്മസംതൃപ്തി തന്നെയാണ്. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിനെയും കാട്ടി നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മള് ചെയ്യുമ്പോഴേക്കും നമ്മളെ കയ്യിൽ കാശുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു തൊഴിൽ അറിയാൻ പറ്റും, തൊഴിലറിയാം, അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, ഇതല്ലെങ്കിൽ വേറെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. ഫാമിലിനെ പറ്റി, ഒരു മോനുണ്ട്, അവനിപ്പോ +2 കഴിഞ്ഞു. വാഴ തന്നെയാണ്, വാഴ സിനിമ പോലെ തന്നെയാണ്. അവൻ വിചാരിക്കും അവനെ കുറ്റം കുറ്റമൊന്നും പറയണതല്ല. അവനിപ്പം +2 കഴിഞ്ഞ്, ഇനിയിപ്പോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അവന്റെ തീരുമാനം അവൻ പറയണത് പഠിക്കാനൊക്കെ ഇനിയും സമയം കിടക്കണില്ലേ. അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും പറയുമ്പോ എടാ ആ കോഴ്സ് കൊള്ളാൻ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യടാന്നൊക്കെ പറയുമ്പോ അവൻ പറയണത് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പൊ ഇനി ഒരുപാട് സമയം കിടക്കലാണ് എന്നാണ് അവൻ പറയണത്. ചേച്ചി ഓർമ്മ ഞാൻ വേറെ എന്തൊക്കെ ചോദിച്ചൊന്ന്? വാഴയെ കുറിച്ചൊന്നും നമ്മള് ചോദിച്ചില്ല. ഇല്ല, വാഴയെ കുറിച്ച് പറയാം. വാഴ ഞാൻ അതൊന്നുകൂടെ ചോദിക്കട്ടോ. ചേച്ചി ആ വാഴയുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, വാഴ 2 ഒരു പ്രിൻസിപ്പൾ ആയിട്ടാണ് ചേച്ചി അഭിനയിച്ചത്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതും ഭയങ്കരമായിട്ട് എടുത്ത് നിർത്തി, ഇപ്പൊ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചീനെ പ്രത്യേകം എടുത്ത് മാറ്റി നിർത്താൻ പറ്റും. അല്ല, അങ്ങനെ ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാളായിട്ട്. വാഴയിൽ എത്തിയ കഥ പറഞ്ഞു തരാം. വാഴ വ്യസന സമേതത്തിന്റെ അതേ പ്രൊഡക്ഷൻ തന്നെയായിരുന്നു വാഴ, വിപിൻ ദാസിന്റെ. ഇപ്പം ഞാന് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, വ്യസന സമയത്തിന്റെ സമയത്തൊന്നും ഞാൻ വിപിൻ ദാസ് ഒന്നും സംസാരിക്കാറ് പോലുമില്ല. അവിടെ വിപിൻ ദാസ് എപ്പോഴും വരും. വാഴയുടെ തുടക്കമൊക്കെ അവിടെയായിരുന്നു. തുടക്കമല്ല, സ്ക്രിപ്റ്റൊക്കെ അവര് നേരത്തെ ചെയ്തു. പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ അവിടെ. വാഴയുടെ ഡയറക്ടർ സവിൻ സായും വിപിൻ ദാസും പ്രൊഡ്യൂസർ അല്ലേ വ്യസന സമയത്തിൽ. അപ്പൊ ഇവര് സെറ്റിൽ വരും, പ്രൊഡ്യൂസർ ദിവസം സെറ്റിൽ വരും. അപ്പം സവിനാണ് ഡയറക്ടർ, സവിനും വരും. അപ്പൊ സവിൻ അങ്ങനെ നമ്മളെന്ന മുഖത്തൊന്നും നോക്കൂല. അപ്പൊ വ്യസന സമയത്തിന് വിളിച്ചപ്പോ, പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് പൈസ പറയുമല്ലോ ആദ്യം. അപ്പൊ പൈസ പറഞ്ഞപ്പോ പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പറഞ്ഞ്, ചേച്ചി അടുത്ത് നമ്മുടെ തന്നെ വാഴ വരണുണ്ട്, സന്തോഷ് ട്രോഫി വരണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സന്തോഷ് ട്രോഫി വാഴയൊക്കെ വരും, അത് വരുമ്പോഴത്തേക്കും ചേച്ചിക്ക് പറ്റുന്ന ക്യാരക്ടർ ഒന്നും ഇല്ലാന്ന് പറയും, പൈസക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുമ്മാ തമാശയായിട്ട് പറയണേ. എന്നിട്ട് സവിൻസ നോക്ക പോലും ഇല്ല സവിന്. അപ്പൊ സവിന് അതുവഴിയൊക്കെ പോകുമ്പോ ചുമ്മാ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇട്ട് ഇളക്കണത്. അപ്പൊ എല്ലാവരും പറയും, നമ്മളെല്ലാവരും അവിടെ ഇരിക്കുമ്പോ പറയും, നമ്മളെ നോക്കണമെന്നോ അല്ലെ, വാഴയുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് തരുമായിരിക്കും. ഇവരിരുന്ന് എഴുതുകയൊക്കെ ചെയ്യുമ്പോഴേ ക്യാരക്ടറിനെ കുറിച്ച് എഴുതായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ അവര് ഓപ്പോസിറ്റ് ഇരുന്ന് അവര് നോക്കണ പോലും ഒരു മൈൻഡ് പോലും ചെയ്യില്ല. ഇത് വിപിൻ ദാസ് ഒന്നും ഇരുന്ന് എഴുതിക്കണേ. നമ്മളായിരിക്കും അല്ലെ അവരെഴുതുന്ന ക്യാരക്ടർ. ചിലപ്പം സീമ പറയും, മറ്റേ കുട്ടി പറയും ചേച്ചി ആയിരിക്കും, അല്ലെങ്കിൽ ഞാനായിരിക്കും, നീ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. അവര് വേറെ എന്തൊക്കെയാണ് എഴുതുന്നത്. അപ്പൊ സവിൻ അതുവഴി 1-2 ദിവസം പോയപ്പോ ഞാൻ പറഞ്ഞു, വാഴയിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കണെന്ന് പറഞ്ഞു. അപ്പൊ സവിൻ മൈൻഡോട് ചെയ്യണില്ല, അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് പോകും. എന്നിട്ട് വ്യസനത്തിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ വിപിൻ ദാസ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എഡിറ്റിംഗ് കഴിഞ്ഞു, സിനിമ ഉണ്ട് കേട്ടോ. അവര് കാണുമല്ലോ, എഡിറ്റിംഗ് കഴിഞ്ഞു, ഡബിങ് ആയില്ല. അപ്പൊ ഞാൻ വിപിൻ ദാസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നേ. അപ്പൊ വിപിൻ ദാസ് സംസാരിച്ചിട്ടേ ഇല്ല, ചിരിച്ച് 1-2 ദിവസം എന്തോ ചോദിച്ചിട്ടുണ്ട് അവിടെ പ്രൊഡക്ഷൻ. അപ്പോഴും ഞാൻ വിചാരിച്ചു ആരോ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ചീഫ് റെജി, സക്കീർ, അങ്ങനെ കുറെ പയ്യന്മാരുണ്ട്. അപ്പൊ അവരുടെ ആരോ വിപിൻ ദാസ് ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വിപിൻ ദാസ് ആണോ എന്നെ പറ്റിക്കാനും വിളിക്കണതല്ലോ? അല്ല ചേച്ചി, ഞാന് വിപിൻ ദാസ്. ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസർ, നമ്മുടെ പ്രൊഡ്യൂസർ. ഞാൻ പ്രൊഡ്യൂസർ ചേച്ചി, ഞാൻ ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞു അതറിയാം.
അപ്പൊ ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. വ്യസനം കണ്ടു ചേച്ചി, ഭയങ്കര എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര. അപ്പം അതിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഇനി പറ്റിക്കാൻ വല്ലതും ആണ്. വീണ്ടും ഞാൻ ചോദിക്കുന്നത് തന്നെയാണോ, ഞാനാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച്, അപ്പം മാഴയുടെ അവര് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു, അടുത്ത് വർക്കുകൾ തുടങ്ങിയ സമയത്ത് ഷൂട്ട് തുടങ്ങിയില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് പ്രൊഡക്ഷനിന്ന് വിളിച്ച്, ആദ്യം രോഹിത് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷനിലെ പയ്യൻ, അവൻ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി 1 മാസമാണ് ബ്ലോക്ക് ചെയ്തിടണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വാഴ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് സവിൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഒരു മദറിന്റെ വേഷമാണ്. പിന്നെ നമ്മുടെ ചീഫ്, വ്യസന സമേതത്തിന്റെ ചീഫ് തന്നെ റെജി തന്നെ ഇതിന്റെയും ചീഫ്, വാഴയുടെയും ചീഫായിരുന്നു. റെജിയും വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും വിളിച്ചു പറഞ്ഞു എനിക്ക്, കാരണം എല്ലാവരും എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമല്ലേ കേൾക്കുമ്പോ. കൂട്ടാണെങ്കിലും അവര് തരണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ക്യാരക്ടർ തരണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് വ്യസന സമേതം വഴി തന്നെയാണ് വാഴ വന്നത്. പിന്നെ അവിടെ സത്യം പറഞ്ഞ ഹാഷിറൊക്കെയാണ്, ഹാഷിറിന്റെ ഒക്കെ സ്കൂളിന്റെ ഇതാന്നൊക്കെ പറഞ്ഞു റെജി. അപ്പൊ ഞാൻ ഹാഷിറാര് എനിക്കറിഞ്ഞൂടാ ഹാഷിറിന്റെ. എന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് അസീന ഇങ്ങനെ വിളിച്ചപ്പോഴും പറഞ്ഞു ഹാഷിറിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ചേച്ചി, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഹാഷിർ മറ്റേതാണ് വർക്കരി, എനിക്ക് ഹാഷിർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിങ്ങനെ അടിച്ചു നോക്കി ഇൻസ്റ്റയിൽ, അപ്പോഴും ഇതാണ് ഹാഷിർ. അപ്പൊ ഹാഷിറിന്റെ പിന്നെ പൂജയ്ക്കൊക്കെ പോയി. പിന്നെ സെറ്റ് അങ്ങനെ ഒരു അപരിചിതത്വമുള്ള ഒരു ഇതായിട്ടൊന്നും എനിക്ക് ഒരിക്കലും, പ്രത്യേകിച്ച് ഈ 2-3 വർക്കുകൾ ഇവരെ കൂടെ ചെയ്തത് കൊണ്ടേ, ഫാനിമിയുടെ ഒക്കെ ക്യാമറ ചെയ്ത പിള്ളേർ തന്നെയാണ് ഇതിലും, കുട്ടികൾ തന്നെയാണ് ഇതിലും ഒക്കെ ഉണ്ടായിരുന്നത്, വ്യസനത്തിലും ഒക്കെ. അപ്പൊ ഇവരെല്ലാവരും എനിക്കിപ്പോ അറിയാം നല്ല രീതിയിൽ. അപ്പം അതുകൊണ്ട് എനിക്കതൊരു, കാരണം ഷൂട്ടില്ലെങ്കിലും ഞാൻ പോവാറുണ്ട്. ഞാൻ അങ്ങനെ റൂമിലൊന്നും ഇരിക്കില്ല, അവിടെ ചെന്നിട്ട് വെറുതെ ചുമ്മാ മറ്റവരുടെ സീനൊക്കെ കാണാനൊക്കെ പോവാറും ഒക്കെ ഉണ്ട്. ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മളെല്ലാവരും. അത്രയ്ക്കും ഇപ്പോഴും നമ്മളെല്ലാവരും വിളിക്കുകയും, സവിനെ ആയാലും ഈ തിരക്കിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇടും, സവിനും മെസ്സേജ് ഇടും. ഭയങ്കര സന്തോഷമാണ്. വിജയ് ബാബു ആയിട്ടൊക്കെ ഒരുപാട് കോമ്പിനേഷൻ, പുള്ളി എങ്ങനെയുണ്ട്? വിജയ് ബാബു ഭയങ്കര പ്രൊഫഷണലിസം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ചെയ്യുന്ന അന്ന് 24 മണിക്കൂർ ഫോണാണ്, ഫോൺ വരും ഇത്. പക്ഷെ എപ്പോ പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞ് പഠിച്ച് ആളിന്റെ ഭാഗം ആള് കൃത്യമായിട്ട് കപ്പം വെച്ച് അവിടെ നിന്ന് ഇതാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. നല്ല ആക്ടറുമാണ് ആള്. എല്ലാവരും, സുധീഷ് ഏട്ടനൊക്കെ ഇത്രയും സീനിയർ ആണെങ്കിൽ പോലും യാതൊരു തരത്തിലും ഒരു ചാടയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നന്നായിട്ട് നമുക്ക്, അതുപോലെ തന്നെ അൽഫോൺസ് പുത്രൻ. എനിക്ക് പ്രേമൊന്നും ഞാൻ നേരവണ്ണം കണ്ടിട്ടില്ല, കണ്ടു ഫുൾ അങ്ങനെ ഇരുന്നൊന്നും കണ്ടിട്ടില്ല. പ്രേമം എനിക്ക് ഇഷ്ടമാണ്, കണ്ടതൊക്കെ ഇഷ്ടമാണ്. കാരണം എപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ക്ഷമയോടുകൂടിയൊന്നും ഇരുന്ന് കാണൂലായിരുന്നു. അപ്പം നിവിൻ പോളി അറിയാം, അത് അയ്യോ. ഇപ്പൊ അൽഫോൻസ് പുത്രൻ വരണുണ്ട്, കോമ്പിനേഷൻ സീനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അൽഫോൻസ് പുത്രനെ കാത്തിങ്ങനെ ഇരിക്കുന്നു, ഇന്ന ദിവസം വരും. അപ്പൊ ഞാൻ നോക്കിയപ്പം പ്രേമത്തിന്റെ ഡയറക്ടറാണ്. എന്റെ കൂടെ അവിടെ അഭിനയിക്കാൻ വന്ന ഒരു കൊച്ചു പറഞ്ഞു പ്രേമത്തിന്റെ ഡയറക്ടറാണ്, അറിഞ്ഞൂടെ പുത്രൻ. അപ്പൊ ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി, ഇതാണ് അൽഫോൻസ് പുത്രൻ. അപ്പൊ എനിക്ക് കത്തി, അൽഫോൻസ് പുത്രൻ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ആ സീനിലും ഒക്കെ ഇതാണ് എന്നൊക്കെയുള്ള ഒരു മൊത്തത്തിലൊരു ഐഡിയ വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. വന്നപ്പം ഭയങ്കര എനിക്ക് അടുത്തടുത്തിരുന്ന് അഭിനയിക്കുക. ആദ്യത്തെ ഒരു സീന് തന്നെ ഞങ്ങൾ തൊട്ടടുത്തിരുന്ന ഒരു സീനാണ്. നല്ല രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആള് ഭയങ്കര രസമുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആളിന്റെ കൂടെ രസമായിട്ടേ. ഇങ്ങനെ ഒരു പേടിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല എനിക്ക്, ജാടയോ അങ്ങനെയൊന്നും ഇല്ല. അജു വർഗീസ്, അജു ഒക്കെ നല്ല ഇതായിരുന്നു. 1 മാസം അവിടെ ഉണ്ടായിരുന്നു ഞാൻ. ഏപ്രിലില് എനിക്ക് തോന്നുന്നു 10-ന് തുടങ്ങി മെയ് അവസാനം തീർന്നു. ചേച്ചി പേടിയുടെ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് വേറെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ ക്യാമറയുടെ മുമ്പില് നിന്ന് കാണാമോ? ഞാനിങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്.
ഇപ്പൊ ചേച്ചി ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അഭിനയിക്കണമല്ലോ, ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരുപാട് പേര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പൊ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പെട്ടെന്ന് തീർത്ത് അടുത്ത ഇതിലേക്ക് പോകണമെന്നാണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാരെയും ബാധിക്കത്തില്ല. അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കൂല. പിന്നെ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഡയലോഗൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാണാതെ പഠിച്ചൊന്നും വരാത്തതിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് വലിയ ഡയലോഗ് കിട്ടിയ അരി പറക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട്. പിന്നെ ഞാനങ്ങ് ചെയ്യും, അങ്ങനെങ്കിലും അങ്ങ് ചെയ്തൊപ്പിക്കും അതവിടെ ചെന്നിട്ട്. പിന്നെ അങ്ങനെ ഞാനങ്ങനെ മെനക്കെടുത്തണത് എനിക്കൊരു ടെൻഷനാണ്. അയ്യോ അവരെ മെനക്കെടോ എന്നുള്ളത് ഒരു ടെൻഷനാണ്. പക്ഷെ ഞാനങ്ങ് ചെയ്യും. പേടിയൊന്നും അങ്ങനെ ഇല്ല. പേടിക്കണം, നമ്മള് പേടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോവും. പേടി തന്നെ ആയിരിക്കും. ഇപ്പൊ ചേച്ചി ചെയ്യുന്ന എല്ലാ റോളുകളും ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര എനർജി ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ചേച്ചിക്ക് പേടിയുണ്ടോ? ചേച്ചി അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകും, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള റോൾസ് കിട്ടത്തില്ല? അങ്ങനെയൊന്നുമില്ല. ഇപ്പം വ്യസന സമേതം പോലേ അല്ല ഇത് വാഴയിൽ വന്ന പ്രിൻസിപ്പൾ, ഒട്ടുമേ അല്ല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും കൂടെ ചെയ്തു. ഓരോ ഇതും മൈന്യൂട്ട് കാര്യങ്ങളും മാറ്റണം. വ്യസന സമേതം പോലെ ആയിരിക്കരുത് ഒന്നും, ഒരു ചലനോ ഒരു ഇതോ നോട്ടോ. എന്നാലും എവിടെയെങ്കിലും ഒക്കെ വരും നോട്ടത്തിന്റെ ഇതും ഒക്കെ മറ്റേതുപോലെയൊക്കെ ചിലത് കിടക്കും. എന്നാലും എനിക്കിപ്പോ ഒരുപാട് വിളികൾ വരുന്നത് എല്ലാ ആൾക്കാർ കണ്ടു, വാഴ 2 കണ്ടു, പ്രിൻസിപ്പൾ അതേ അല്ല കേട്ടാ, മറ്റേതൊന്നും തോന്നേയില്ല, മറ്റേ ആളൊന്നും തോന്നേയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അത് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നൊന്നും ഒരിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും പറയുന്നു വ്യസന സമേതം പോലെ അതുപോലെ വേറൊരു ഇത് വന്നാ അങ്ങനെ ആയി പോകും. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ല വർക്കുകൾ കിട്ടുകയാണെങ്കിൽ ഇതിപ്പം കറക്കം ഇതേ അല്ല, വ്യസന സമേതവും അല്ല, വാഴയോ അല്ല, വേറൊരാളാണ് ഞാൻ. അതില് കുറച്ചേ ഉള്ളൂ അതിൽ, എന്നാലും വേറെ ഒരാളെയാണ്. എല്ലാ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ വേറൊരാളാണ്. പിന്നെ അതിനിടയിൽ ഞാൻ ഷെയർഷാ ഷെരീഫിന്റെ അമ്മയായിട്ടാണ് ഒരു അമ്മ വേഷം. ഇപ്പൊ പിന്നെ ഞാൻ വേറൊരു വർക്കും കൂടെ ഞാൻ ഇപ്പൊ ടിനു പാപ്പച്ചന്റെ ഒരു സിനിമ, ടിനു പാപ്പച്ചന്റെ കൊല്ലം കോട്ട കമ്പനി ആ സിനിമയുടെ പേര്. അതിൽ ആ മെയിൻ ചെയ്യുന്ന 4 കുട്ടികളിൽ ഒരാളുടെ ഉമ്മയായിട്ടാ അത് ചെയ്തു. സന്തോഷ് ട്രോഫിയിലില്ല ഞാൻ. പുള്ളിക്കാരനോട് ചോദിച്ചു എനിക്ക് എന്തോ തരാത്തന്ന്. അത് പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് അവര് സന്തോഷം. മറ്റ് വേറെ ആരും വേണ്ടാന്ന് വിചാരിച്ചിട്ട് വ്യസന സമേതത്തിലോ വാഴയിലോ ഒന്നും പുതിയ ആൾക്കാരാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള എനിക്ക് ഏറ്റവും പ്രശ്നം എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും. ആരെങ്കിലും ഇപ്പോഴും പ്രസംഗം പഴയ ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ടോക്കിന് വിളിച്ചാൽ ഞാൻ അന്ന് രാവിലെയൊക്കെ പറയും ഞാൻ സുഖമില്ലാതെ കിടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ആണെന്നൊക്കെ പറയും. പിന്നെ എല്ലാവരും പറയും അങ്ങനെയൊന്നും പറയരുത്, അത് പോണം, നമ്മളെ വിളിക്കുന്നവരിതല്ലേ, ഇതൊക്കെ സമയമാകുമ്പോ എങ്ങനെയെങ്കിലും പോകും. ഞാൻ ഒന്നും ഇതാക്കില്ല. അവിടെ ചെന്നിട്ട് ഞാൻ പറയും എനിക്ക് അറിഞ്ഞുകൂടാ പ്രസംഗിക്കാനോ സംസാരിക്കാനോ എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് എല്ലാവരും ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതലും ചിരിക്കും ഇന്റർവ്യൂവിന്. അപ്പൊ വർത്താനം പറയണ്ടല്ലോ, ചിരി. അത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കണം വിചാരിച്ചു. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ ഒരുപാട് പണ്ടത്തെ പോലെ അല്ലല്ലോ, ഒരുപാട് പേരില്ല. അപ്പൊ നമ്മള് എങ്ങനെ സർവൈവ് ചെയ്യാൻ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവാറും ഒരു സിനിമയിലുള്ളവർ അടുത്ത സിനിമയ്ക്ക് വേണ്ട അവർക്ക്, അതാത് പഞ്ചായത്ത് അവരെടുത്തിട്ട് ആൾക്കാരെടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ പണ്ടൊക്കെ ഒരുപാട് KPSC ലളിത, വിലോമിന, അമീന അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര്, ഉർവശി ചേച്ചിയൊക്കെ ആയാലും. അപ്പം ഞാൻ കുറെ കാലം അവരങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ ചെയ്യണം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് പുതിയ പുതിയ ആൾക്കാർ, അവരുടെ പേരോ അങ്ങനെയൊന്നും അറിയില്ല. ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ ഒരു ശാശ്വതമൊന്നുമല്ല നമുക്ക് ഈ ഇൻഡസ്ട്രി. കിട്ടിയാൽ കിട്ടി, നമ്മളങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടൊന്നും നിൽക്കാൻ പറ്റുന്ന ഒരിതല്ല. വന്നാ വന്നു, എത്ര കാലം ഇത് നിൽക്കുമെന്നൊന്നും അറിയില്ല. ചേച്ചി ഇപ്പൊ ഇത് പറഞ്ഞോണ്ടാണ്, ഇപ്പൊ ഒരു ലോങ് ആയിട്ടുള്ള ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടി വരും ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ? ലോങ് ആയിട്ടുള്ള കരിയർ എന്ന് പറഞ്ഞാൽ എന്തിലാണ്? അല്ല, സിനിമയിൽ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും. അല്ല, ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ ലോങ് ആയിട്ടുള്ള ഒരു കരിയർ ഒന്നും അങ്ങനെ സ്വപ്നമൊന്നും കാണുന്നില്ല. കിട്ടുന്നത് ഞാൻ ചെയ്യാം, അല്ല സംതൃപ്തിയോടുകൂടി തന്നെ ചെയ്യാം. എത്ര കാലം നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എത്ര കാലം നിൽക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ വരും. നമ്മളെ തന്നെ അറിയാവുന്നവരൊന്നും എത്ര പേര് കാണുമെന്നൊന്നും അറിയില്ല.
അറിഞ്ഞും കേട്ടും പറഞ്ഞും ഒക്കെ ഉള്ള ഒരു ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കില്ല. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് നോക്കിയിട്ടാണ് ആൾക്കാരെ ഇതാക്കുന്നത് അല്ലേ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്. ആക്ടിങ് പോലും നോക്കൂല ആൾക്കാര്. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടോ, എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പം മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തോന്നുന്നു, ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് വെച്ചിട്ടാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. ഇൻസ്റ്റയിലെ ഫോളോവേഴ്സും ഇൻസ്റ്റയിലെ ആൾക്കാരും നമ്മൾ താഴെ വീട് കഴിഞ്ഞാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇതല്ലെങ്കിൽ വേറെ, ഞാൻ ഇപ്പോഴും സൈഡ് വഴി ഞാൻ ചിട്ടിയൊക്കെ വെച്ച് നടത്തി ജീവിച്ചിരുന്ന ഒരാളാണ്, വർക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത്. കാരണം എന്റെ മോനൊക്കെ ചെറുതായിരുന്നപ്പം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂലായിരുന്നു. കാരണം അവനെ ഇട്ടിട്ട് പോവുക, പിന്നെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോവുക ഒക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ഷൂട്ടിന്റെ സമയത്തൊക്കെ അവൻ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത്. പണ്ടൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് 5 മണിക്ക് വീട്ടില് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ 5:30 വീട്ടില് വന്നു കഴിഞ്ഞ ചിലര് വിടില്ല, 7 മണി വരെയൊക്കെ കാണും. അപ്പൊ കൊച്ച് പരീക്ഷ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരിടത്തും ജോലിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ചിട്ടിയൊക്കെ പരിപാടിയൊക്കെ, എന്തെങ്കിലും പൈസ വേണ്ടേ, അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്, ചിട്ടിയൊക്കെ ഉണ്ട് ഞാൻ സൈഡ് വഴി അതുമൊക്കെ. കാരണം ഇതല്ലെങ്കിൽ അത് അടുത്ത മാസം വർക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടേ, അല്ലാതെ വർക്ക് വരുമെന്ന് വിചാരിച്ചാൽ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷം. പിന്നെ ഞാനിപ്പോ ചാനലിൽ കൗമുദിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഒരു മാസം അവര് എങ്ങനെ പോയാലും ഒരു 3-4 ദിവസമൊക്കെ അവര് വിളിക്കും വർക്കിന്. പിന്നെ ഞാനിങ്ങനെ എഗ്രിമെന്റ് എഴുതിയൊന്നും ചാനലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല, നമ്മൾ പെട്ടുപോകും. പിന്നെ എന്തെങ്കിലും ഒക്കെ വരും, ഞാൻ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഷൂട്ട്, ഇപ്പം ആഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഇത് വരും. ഈ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കയ്യിൽ വേണമല്ലോ. അങ്ങനെ കോൺഫിഡൻസോട് കൊടുത്താൽ പോകുന്നത്. അല്ലാതെ എന്നും നമുക്ക് ഈ സിനിമയെന്ന് പറഞ്ഞൊന്നും ഈ ഒരു മായാലോകത്തൊന്നും അങ്ങനെ വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാ. പിന്നെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റേയില്ല ഇങ്ങനെ ഓരോ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനെ വിളിക്കാനും ഓരോരുത്തർ പോയി ഇത് അങ്ങോട്ട് പ്രൊമോഷൻ നടത്താനൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇൻസ്റ്റയില് വേണമല്ലോ ഫോളോവേഴ്സ് എന്ന് വിചാരിച്ചിട്ട് ദിവസവും രാവിലെ നാളത്തേക്ക് പണ്ടുള്ള അമ്മമാരൊക്കെ നാളത്തേക്ക് കറിക്കെന്തുണ്ട് കൂട്ടാനെന്തുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നാളെ ഇടാൻ എന്തെങ്കിലും വീഡിയോയോ ഫോട്ടോയോ ഉണ്ടോ ഇൻസ്റ്റയിൽ ഇടാൻ, എങ്കിലല്ലേ ഫോളോവേഴ്സ് കൂടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണത്. എനിക്ക് 300-400 ഫോളോവേഴ്സ് ഉള്ളുവായിരുന്നു ഈ ഇടവരെ, വ്യസന സമയത്ത് ഇറങ്ങിയ സമയത്തും. പിന്നെ ഞാൻ ചാനലിലൊക്കെ വന്നതിന് ശേഷം ഒരു 800 വരെ ആയി, 700 സംതിങ്. ഓരോ ദിവസം ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്, എന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത്രയൊക്കെ 7 ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് മാത്രം എന്തോ ഒരു കുറവ് പോലെ അവര് എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം എന്നിട്ട് അവര് എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്യും, വരും ചേച്ചി വരും ഫോളോവേഴ്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വാഴയുടെ ഷൂട്ടിന്റെ സമയത്ത് വെറുതെ ഒരു വീഡിയോ, ഞങ്ങൾ ആ ടീച്ചേഴ്സ് 3 പേരും കൂടെ ചുമ്മാ ഒരു ഡാൻസ്, നമുക്ക് ഉറക്കം വന്നിരുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കളിച്ച്. അപ്പൊ അതെന്റെ ഗാലറി കിടക്കായിരുന്നു. അപ്പൊ ഞാൻ വാഴ ഇറങ്ങും മുന്നേ തന്നെ കോസ്റ്റ്യൂം ഇട്ട് നമ്മളൊന്നും ഇട്ടുകൂടാ, ഫോട്ടോ ഒന്നും ഇട്ടുകൂടല്ലോ. അപ്പം ഒരു ദിവസം എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യാതെ ഞാൻ സ്റ്റോറി ഇട്ടാ വീഡിയോ, വേറെ എന്തോ പാട്ടിട്ടാണ്, 80 പാട്ടിട്ടാണ്. പക്ഷെ 7-8 പേര് കണ്ട്, അല്ലാതെ ആരും കണ്ടില്ല. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ അതിലൊരു പാട്ട്, കൊച്ചു കലാഭവൻ മണി പാടിയ ഒരു പാട്ട്, അത് ഇട്ടിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അങ്ങ് ഇട്ടതാ. എന്താ എനിക്കൊരു രസം തോന്നി, ഈ വീഡിയോ അങ്ങ് ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയില്. അപ്പം ഒരു 10-20 ലൈക്ക് കിട്ടും. എപ്പോഴും എന്തിടുമ്പോഴും ഞാൻ ഇങ്ങനെ ലൈക്കിന്റെ എണ്ണം ഞാൻ ആലോചിക്കും, 20-25 ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം സാധാരണ 25-28 കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടൂല. 50 കിട്ടിയാൽ വലിയ ഹൈ ആണ് എനിക്ക്. അപ്പം ഞാനൊരു 12 മണിയൊക്കെ ആയപ്പം ഇട്ടിട്ട് ഒരു വൈകിട്ടൊക്കെ ആയപ്പോ അങ്ങ് കൂടി വരണ്ട് ലൈക്ക്. 20,000 ഒക്കെ ആയെന്ന് തോന്നുന്നു. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പം ഷെയർ ഒക്കെ അങ്ങ് പോകുന്നു. ഇത്ര വ്യൂസ്, 1 മില്യനൊക്കെ അടുക്കാറായി വ്യൂസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും, ഞാൻ ആരെയും കൊളാബ് ചെയ്തോ ടാഗ് ചെയ്തോ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ വെറുതെ ഇട്ടതാണ് എന്റെ പേജിൽ. എനിക്കിനി എന്തെങ്കിലും പ്രശ്നം പറ്റി. എന്നിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, ഈ ജിയോ നമ്മുടെ കണക്ഷന് പ്രശ്നം പറ്റുമല്ലോ മഴ പെയ്യുമ്പോഴൊക്കെ, അതുപോലെ ഇൻസ്റ്റയ്ക്ക് എന്താ. അപ്പൊ ഞാൻ ആരോ വിളിച്ചപ്പോ ഞാൻ പറയും, ഞാനൊരു വീഡിയോ ഇട്ട് ഇങ്ങനെ പോയി, ഇൻസ്റ്റയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്തോ, കുറച്ച് കഴിഞ്ഞ് അത് താരമായിരിക്കും
ഈ ഫോളോവേഴ്സ് വന്നോണ്ടിരിക്കുന്നു. അടുത്ത ദിവസമൊക്കെ ഇപ്പൊ അങ്ങ് കൂടി. എനിക്ക് തന്നെ അതിശയമായിരുന്നു. ഇപ്പൊ അത് 3.5 മില്യൺ വ്യൂസ് ഒക്കെ കണ്ടു. ഒരുപാട് ഫോളോവേഴ്സ് വന്നു. അതിനുശേഷം പിന്നെ ഇഷ്ടംപോലെ എനിക്കൊന്ന് ഏകദേശം 80 ഷെയർ, 89,000 സംതിങ് ഷെയർ ഒക്കെ പോയത്. വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ്, അതങ്ങ് കയറി വൈറലായി. അപ്പൊ ഞാൻ 2 ദിവസം ഞാനാകെ ഭ്രാന്തായി. ഇൻസ്റ്റക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ? കുറച്ച് കഴിഞ്ഞ് ഇൻസ്റ്റ അത് നോർമൽ ആവുമ്പോ വീണ്ടും പഴയതുപോലെ 20 ലൈക്ക് വരുമോ എന്നൊക്കെ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. പക്ഷെ ഇല്ല, അതോടുകൂടി മനസ്സിലായി ഇപ്പൊ ഇൻസ്റ്റയാണ് കാര്യം, ഇൻസ്റ്റയല്ല. ഇപ്പൊ എല്ലാരും ഡെയിലി റീലൊക്കെ. ചേച്ചിക്ക് എന്റെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും? എനിക്കൊന്നുമില്ല, സന്തോഷം, സമാധാനമായി. നമുക്ക് ഇപ്പൊ ഈ വീഡിയോക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ എല്ലാരും ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു ചേച്ചി. താങ്ക് യു.